അഞ്ചിന്റെ പൈസ നമ്മൾ ഇതുവരെ ഉണ്ടാക്കില്ല. പോയിട്ടൊരു ഗിറ്റാർ സ്ട്രിങ് വാങ്ങിക്കുന്ന പറഞ്ഞിട്ട് ഒരു 1000 രൂപ കൊടുത്ത ഇപ്പോഴും അഗ്രഷന്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഡോറ് വലിച്ച് തുറങ്ങാൻ ഡോറ് മറ്റേ വാളിലോട്ട് പോയിട്ട് അത് അടിച്ച് കുത്തി കയറി ഇരുന്ന് സിസ്റ്റത്തിനോടുള്ള റേഞ്ച് ആണ് സുഷി. അതൊക്കെ മൈക്കെടുത്ത് കുറച്ച് ശബ്ദങ്ങൾ ഉണ്ടാക്കിയപ്പോ വരും ഗ്രൗളിംഗ് ആണ് പറയുന്നത്. വീട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ പേടിയാ. മറ്റേ എന്തെങ്കിലും സ്കൂളും സാധനമൊക്കെ എടുത്ത് മാറ്റി വെക്കും. ഞാൻ കൂട് എന്ന് പറയുന്ന ഒരു പാർട്ടി ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്പെസിഫിക് പാർട്ടി എന്നുള്ളതിലുപരി അവിടുത്തെ കോൺഗ്രസ്സുകാരാണെങ്കിലും ബി ജെ പിക്കാരാണെങ്കിലും പൊതുവെ ഇടതുപക്ഷക്കാരായിരിക്കും. കൃഷ്ണനോട് ഞാൻ ചോദിക്കുന്നത് ഒരു 10 വർഷത്തിന് ശേഷം ഇംഗ്ലീഷിലാണ് ഞാൻ ഭയങ്കര ഫേക്ക് ആക്ഷൻ. സുഷിന്റെ ഫാൻസ് വരുന്ന സമയത്ത് അവർ ആകെ ഡിസപ്പോയിന്റഡ് ആവും. അവര് ജലമൗനം ഒക്കെ കേൾക്കാൻ വേണ്ടി അല്ലൂർജി മറ്റേ ഇതിന് പോയ പോലെ ഒറ്റ പോയി. അപ്പൊ അവര് തിരിച്ചു വിളിച്ച് വരും കം ബാക്ക് എന്നൊക്കെ പറഞ്ഞ് സേ സംതിങ് എന്നൊക്കെ പറഞ്ഞു. താങ്ക് യു പീപ്പിൾ, താങ്ക് യു റോളിംഗ് സ്റ്റോൺ പീപ്പിൾസ്. എനിക്കപ്പോ മനുഷ്യൻ കേൾക്കുമ്പോൾ ചെറിയ ഗൂസ്ബംസ് അടിക്കാറുണ്ട്. കാരണം നമ്മുടെ ട്രാക്കാണ്, എന്നാലും ചില ഏരിയ ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണൽ ആവുന്ന അങ്ങനത്തെ ഏരിയ ഒക്കെ ഉണ്ട് മനസ്സിലാവും. പിന്നെ കേരളത്തിൽ പ്രൊഡക്ഷൻ മാസ്റ്റർ എന്ന് പറയുന്നത് പിന്നെ റെക്സേട്ടനാണ്. ഇങ്ങനെ റെക്സേട്ടൻ്റെ അടുത്തേക്ക് പോകുന്നു. ടിവിയിലേക്ക് വരുന്ന സമയത്ത് അത് അങ്ങനെയല്ലല്ലോ. നീ അതിനെ സൗണ്ട് ഫോക്കസ് ചെയ്തിട്ടല്ലേ പോകുന്നത്. തീം എനിക്കൊരു വിഷയമുണ്ട്. ഇപ്പൊ മൺസൂണിൽ എന്താ തീം വിഷയമായിട്ടില്ലേ? മൺസൂണിൽ നമ്മളൊരു തീം ബേസ് ആയിട്ടാണല്ലോ പോയത്. ബാക്കിയുള്ള പാട്ടുകളൊന്നും എനിക്ക് മനസ്സിലാവാത്തോണ്ടായിരിക്കും. കാശിന് മേലെ ജാതി പറക്കും എന്നാണ് ആ പാട്ടിൽ പറഞ്ഞത്. സത്യമാണ്. ഇപ്പൊ നമ്മളെപ്പോഴും ഏത് ഇന്റർവ്യൂവിൽ പോയി കഴിഞ്ഞാലും മദർജിന്റെ അഭിനയം 2 തവണയെങ്കിലും പറയേണ്ട. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നമുക്ക് തന്നൊരു സപ്പോർട്ട് ഉണ്ട്. ഫസ്റ്റ് ടൈം അൾട്ടിമേറ്റും അങ്ങനെ ഒരു നമുക്കായിട്ട് നമ്മൾ അൾട്ടിമേറ്റും അല്ല, നമുക്ക് ഇവിടുന്ന് തുടങ്ങാം എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെയാണ് നമ്മള് ഡൗൺ ട്രോഡൻസ്. TDT ആണ് ക്യൂ സ്റ്റുഡിയോയിൽ ആദ്യം മിൻസിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. മിൻസ് എങ്ങനെയാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക നിങ്ങളുടെ ടീമിനെ? ഇപ്പോൾ ഒരാൾ കുറവുണ്ട്. അതെ, TDT -1 ആണ്. -1 ആണ് ഗണേഷ്, നമ്മുടെ ഡ്രമ്മർ. പുള്ളി US-ലാണ്. അപ്പൊ പുള്ളി ഇവിടെ ഇല്ല. ബാക്കി ആൾക്കാരാണ് ഉള്ളത്. പിന്നെ നമ്മുടെ മാനേജർ സംഗീത്, അവനും ഇല്ല ഇവിടെ. ബാക്കിയുള്ള 5 പേര് ഇവിടെ ഉണ്ട്. ഇപ്പോൾ സുഷിൻ, എനിക്ക് തോന്നുന്നു സുഷിൻ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് അത്രയും ഫെമിലിയർ ആയിട്ടുള്ള ആളുകളാണ്. ബാക്കി അദ്വൈത് ലേറ്റർ ജോയിനിങ് ആയിട്ടുള്ള ആളുണ്ട്. നസർ ആണെങ്കിലും നിങ്ങളുടെ ടീമിൽ, വരുൺ ആണെങ്കിലും നിങ്ങളുടെ ടീമിൽ തുടക്കത്തിൽ വന്ന ഓരോരാളായിട്ട് പിന്നീട് വരുവാണല്ലോ. എനിക്ക് തോന്നുന്നു ആദ്യം മുൻസും വരുണും ചേർന്നിട്ടുള്ള അല്ലെ ഒരു കലോത്സവ കൊളാബറേഷൻ ആണല്ലോ. ശരിക്കൊരു ഇതിന്റെ ഇപ്പം എന്തായാലും മൺസൂണിൻ കണ്ണൂരിലേക്കാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. നിങ്ങളുടെ ഒരു പിറവി തുടക്കം ഒന്നാമത് അദ്വൈതും ഗണേഷ് ഒഴികെ ബാക്കി നമ്മളെല്ലാരും കണ്ണൂരിലുള്ള ആൾക്കാരാണ്. ബാൻഡ് തുടങ്ങിയ സമയത്ത് എല്ലാവരും കളിപ്പുറമ്പ് എന്ന് പറഞ്ഞു. ഞാൻ തളിപ്പുറമ്പ കണ്ണൂര്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില തലശ്ശേരിക്കാരും തുടക്കം തളിപ്പുറമ്പെന്നാണല്ലോ. തളിപ്പുറമ്പ് നമ്മള് യൂത്ത് ഫെസ്റ്റിവൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ ഇംഗ്ലീഷ് മ്യൂസിക് കേൾക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് വെച്ച് കാണുന്നത് കലോത്സവ വേദികളും. അപ്പൊ വരുൺ എപ്പോഴും ഈ ഗിറ്റാർ കോമ്പറ്റീഷന് പോകും. അപ്പോ അവിടെ പോയി കഴിഞ്ഞാല് ഇതുപോലെ ഗിറ്റാർ വായിക്കുന്ന കുറച്ച് പിള്ളേരെ കാണാം. CD, കാസറ്റ് ഇതൊക്കെ കൈമാറ്റം. അതെ, അങ്ങനെയാണ് വരുണിനെ പരിചയപ്പെടുന്നത്. വരുണിനെ പരിചയപ്പെടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വീട്ടിൽ പോവുക, ഈ ഇലക്ട്രിക് ഗിറ്റാറിന്റെ കൂടി ഒരു ഫോട്ടോ എടുക്കുക. അതായിരുന്നു ഒരു ലക്ഷ്യം. അങ്ങനെ ഇവനെ വിളിച്ച് പരിചയപ്പെട്ട് ഒന്ന് വീട്ടിലേക്ക് വരണം, ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ക്യാമറയൊക്കെ ഒപ്പിച്ച് അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണ്. അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഫുൾ സെറ്റപ്പ്.
ഡ്രംസ് ഉണ്ട്, ഗിറ്റാർ ഉണ്ട്, മൈക്ക് ഉണ്ട്, വൻ പരിപാടി. അപ്പൊ അവിടെ ഇരുന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ മെഗാഡത്തൊക്കെ ഇങ്ങനെ ഷ്രെഡ് ചെയ്യണം. അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ മൈക്ക് എടുത്ത് കുറച്ച് ശബ്ദങ്ങൾ ഉണ്ടാക്കിയപ്പോ വരും ഇതിന് ഗ്രൗളിംഗ് എന്നാണ് പറയുന്നത്, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മള് ഡിസ്കസ് ചെയ്ത് പിന്നെ ഇവന്റെ വീട്ടിലോട്ടേക്ക് വന്നു. അങ്ങനെയൊക്കെ അങ്ങനെ നമ്മളിങ്ങനെ ഒരു പാട്ട് കമ്പോസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെയാണ് ബാൻഡ്. പിന്നെ അതിന് കഴിഞ്ഞതിന് ശേഷം ബാൻഡിൽ തന്നെ ഉണ്ടായ ബേസിസ്റ്റ് പുള്ളിക്കാരന്റെ തിരക്കൊക്കെ ആയിട്ട് പോകുന്നു. അങ്ങനെ നെസറിനെ ബാൻഡിലേക്ക് വിളിക്കുന്നു. ഞാനും വരുണും ഈ ഡെത്ത് ബാൻഡ് എന്ന് പറഞ്ഞ ഫസ്റ്റ് സോങ് കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോയിലോട്ടേക്ക് പോകുന്ന സമയത്താണ് സ്റ്റുഡിയോ മാനേജ് ചെയ്യാനും സ്റ്റുഡിയോന്റെ കുറെ ടെക്നിക്കൽ പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ അറിയുന്ന ഒരാളെ വേണം എന്ന് പറഞ്ഞപ്പോൾ വരുണാണ് സജസ്റ്റ് ചെയ്തത്. സുഷിൻ എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ട്, തലശ്ശേരിയാണ്, വിളിച്ചാൽ വരുമോന്ന് അറിയില്ല, വിളിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞു. കാരണം ഈ സ്റ്റുഡിയോയിലുള്ള ടെക്നിക്കാലിറ്റിക്ക് ഒന്ന് ശരിയാക്കാൻ വേണ്ടി അങ്ങനെ ഇവനെ തലശ്ശേരിന്ന് കൂട്ടി അങ്ങനെ നമ്മൾ 3 പേരുമാണ് ഡെത്ത് ബാൻഡ് എന്ന് പറയുന്ന സോങ് കമ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയാണ് ബാൻഡ് ശരി പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുന്നത്. അവിടെ ഇവന്റെ ഷോ ഓഫ് ആയിരുന്നു. സ്റ്റുഡിയോയിൽ കീബോർഡ് എടുക്കുന്നു, ഓരോ ടോൺ മാറുന്ന സമയത്ത് ഓരോ സാധനങ്ങൾ വായിക്കുന്നു. ഒരു ചെറിയൊരു ഒരു ടൈറ്റാനിക്കിന്റെ ടൈപ്പ് ഒരു സൗണ്ട് വരുമ്പോൾ പെട്ടെന്ന് പുള്ളി ടൈറ്റാനിക് വായിക്കുന്നു, പെട്ടെന്ന് സൗണ്ട് മറ്റേ സിന്ധിലേക്ക് പോകുമ്പോൾ മാരിയോ വായിക്കുന്നു. ഭയങ്കര പ്രകടനം. ഞാൻ വരുന്നോട് ഇങ്ങനെ ഇയാളെ കിട്ടുമോ, എന്താണ് പുള്ളിക്കാരുടെ പരിപാടി, സൂക്ഷിക്കണം ഭയങ്കര ചാടം, നോക്കാം പറഞ്ഞു. അങ്ങനെ ബാൻഡ് ഫോം ചെയ്തു. പിന്നെ നിച്ചു വരുന്നു. പിന്നെ കുറച്ചും കൂടി ബാൻഡ് പ്രൊഫഷണൽ ആക്കണം എന്നൊക്കെ തോന്നി, കോമ്പറ്റീഷനൊക്കെ പോകണം എന്നൊക്കെയുള്ള ഒരു ചർച്ച വന്ന സമയത്താണ് ആ സമയത്ത് നമ്മുടെ ബാൻഡിൽ ഉണ്ടായിരുന്ന പ്രയാഗ് ഡ്രമ്മർ പുള്ളി വിട്ടുപിടിച്ചു. അപ്പോഴാണ് തിരുവനന്തപുരത്ത് നിന്നും ഫേമസ് ആയ പ്രൊഫഷണൽ ഡ്രമ്മർ മിസ്റ്റർ ഗണേഷ് കണ്ണൂരേക്ക് വരുന്നത്. അങ്ങനെയാണ് ബാൻഡ് ഫോം. ടീഷർട്ട് ഇടാതെ ഡ്രംസ് വായിക്കുന്നു, മുടി വളർത്തി ഹെഡ് ബാങ് ചെയ്തോണ്ട് ഡ്രംസ് വായിക്കുന്നത്. അതൊക്കെയാണ് ലുക്കിലാണ്. ഈ ആക്ച്വലി നോക്കുമ്പോ ഇത് ഭയങ്കര നിഷിലാണ് നിങ്ങൾ, അതായത് ഇത്ര പോപ്പുലർ അല്ല. ഇപ്പൊ ആളുകൾ നിങ്ങളൊരു ട്രാവൽ ചെയ്യുമ്പോഴോ പുറത്തു പോകുമ്പോഴോ എന്താ നിങ്ങളുടെ പരിപാടി മെറ്റലാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പിടികിട്ടാത്ത എണ്ണ കൂടുതലുള്ള ആളുകളുടെ അടുത്താണ്. അങ്ങനെയാണെങ്കിലും നിങ്ങൾ ഈ ജോൺറോട് മെറ്റൽ എന്നുള്ള അതിനോട് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പെർഫോമൻസിനോട് അല്ലെങ്കിൽ ബാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ അങ്ങനെ ആലോചിക്കുമ്പം ഇപ്പൊ ബാംഗ്ലൂരല്ല, കണ്ണൂരാണ്. ഒരുപക്ഷെ കൊച്ചി പോലെ പോലും അങ്ങനെ ഒരു ഹാപ്പനിങ് ഹബ്ബായി മാറിയിട്ടില്ല. അത് ഫെമിലിയർ ആവുന്നത് എവിടെയാ? യൂത്ത് ഫെസ്റ്റിവലിൽ ഇതൊക്കെ കണക്റ്റഡ് ആവുമെങ്കിലും നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ ഫെമിലിയർ, നിങ്ങൾ ഓരോരുത്തർ അങ്ങനെ ഫെമിലിയർ ആവുന്ന എവിടെയാ? അത് ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ പാട്ടൊക്കെ കേട്ട് വരുന്നൊരു സമയം എന്ന് പറയുന്നത് ഈ 8th 9th 10th അങ്ങനെയൊക്കെയാണ്. അതൊക്കെ എന്തൊക്കെയോ ലക്ക് കൊണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ നമുക്ക് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഇതൊന്ന് കേട്ടു നോക്കുന്നൊക്കെ പറഞ്ഞ കോൺസെർട്ട് കാണാനുള്ള ഓപ്ഷൻ ഇല്ല, അങ്ങനെ ഒരു പരിപാടിയല്ല. ഇംഗ്ലീഷ് മ്യൂസിക് കേൾക്കാന്ന് പറയുന്നത് പക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ട് എല്ലാവരും ഈ മെറ്റൽ എന്ന് പറയുന്ന പരിപാടി എങ്ങനെയൊക്കെയോ അറിഞ്ഞിരുന്നു. സുഷിന്റെ കാര്യത്തിലാണെങ്കിൽ ഇവന് ഈ സൗണ്ട് പ്രൊഡക്ഷൻ പരിപാടിയിലൊക്കെ പണ്ടേ ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് ഇവൻ തലശ്ശേരി, അവൻ മാഹി, ഇവര് തമ്മിലും പണ്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. ഈ ലിങ്കിൻ പാർക്കിന്റെ കാസറ്റ് കൊടുക്കലും CD കൊടുക്കലും ഇവര് സൗണ്ടിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നു. വരുണാണെങ്കിലും ഈ ഗിറ്റാർ വായനയിൽ അവനൊരു ഒരു നിലയിൽ എത്തണം എന്നുള്ളത് കൊണ്ട് എല്ലാ ഭാഗത്തുള്ള ഗിറ്റാർ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മെറ്റൽ പരിപാടി, ടെസ്റ്റമെന്റ്, സ്ലെയർ, മെഗഡെത്ത്, അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഒരു എനിക്കും ഇതുപോലെ മെറ്റൽ എന്ന് പറഞ്ഞാൽ ഈ ന്യൂ മെറ്റൽ, സിസ്റ്റം ഓഫ് എ ഡൗൺ, ലിങ്കിൻ പാർക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇലക്ട്രിക് ഗിറ്റാറിന്റെ കൂടി ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്വപ്നം. അത് കഴിഞ്ഞൊരു പാട്ട് എഴുതുക, പിന്നെ ഒരു ബാൻഡ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ സ്വപ്നത്തിന്റെയും അതീതമായതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്കൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ മെറ്റലിന്റെ ഇൻഫ്ലുവൻസ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് എന്താന്ന് അറിഞ്ഞൂടാ, ഞാനും വരണോ ആദ്യം പാട്ട് എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് മെറ്റലിലോട്ടേക്കാണ് പോയത്. ചിലപ്പോ എന്റെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം ഈ റോക്ക് സ്റ്റാർ എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി, അവിടെ ലൈഫ് സ്റ്റൈലും ഈ പറയുന്ന ഷോ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ലൈഫ് സ്റ്റൈലും അതിന്റെ ലുക്ക് ആൻഡ് ഫീലിലൊക്കെ എന്താ പണ്ടേ ഭയങ്കര ദേഷ്യമായിരുന്നു ഈ സിസ്റ്റത്തിനോട്, പരിപാടിയെ ശരിയല്ല എന്നുള്ളൊരു പരിപാടി. അതെ. അപ്പൊ അതുമായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ജാണർ ഇതാണ്. കാരണം ഇത് കേൾക്കുമ്പോഴേ ആരോടൊന്നില്ലാത്തൊരു ദേഷ്യം ആ ഒരു പരിപാടിയാണ്. അപ്പൊ അങ്ങനെ വന്നാണ് എനിക്കൊന്ന് മോർ ദൻ ദേഷ്യം, ഉള്ളിലുള്ള ദേഷ്യത്തിനെ ഒന്ന് കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഗിറ്റാറും ഡിസ്റ്റോഷനും. ആ ഒരു ആംഗ്രിയാണ് ആ കേൾക്കുന്ന പരിപാടി. അപ്പൊ അത് കേൾക്കുമ്പോൾ നമ്മൾ എവിടെയൊക്കെയോ ആ ഒരു ആങ്കറിനെ ഒന്ന് ബാൻഡേഡ് ഇട്ട് ഒട്ടിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. അപ്പൊ അതും അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതിന്റെ ഒരു ജേർണി മൊത്തം ഡോക്യുമെന്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ചോദിക്കുകയാണ്. സുഷിൻ ഇവര് വരുന്നു, ഭയങ്കര ക്യൂരിയസ് കിഡ്സ് മോഡൽ മൊഴിയിലാണ്, ഇവർക്ക് എക്സൈറ്റിംഗ് ആണ്, എന്നാൽ ടാലന്റ് ആണ്.
നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്ന് തോന്നണമല്ലോ. ഇതൊരു ഒരു ഒരു എല്ലാവരുടെയും കൂടി ഒരു മ്യൂച്വൽ പാഷനായി മാറുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അത് ഈ ഇനീഷ്യൽ കാഴ്ചയിലും നിങ്ങളുടെ ട്രാവലിലൊക്കെ ഉണ്ടായിരുന്നോ? എപ്പോഴാണ് അങ്ങനെ ഇവരെ മീറ്റ് ചെയ്തതിനു ശേഷം? ഇവരെ മീറ്റ് ചെയ്യുന്ന ടൈമില് നമുക്ക് അങ്ങനെ ഒരുപാട് ബാൻഡ് ഓപ്ഷൻസും പരിപാടിയൊന്നും ഇല്ലാത്തൊരു സ്പേസിലാണല്ലോ തലശ്ശേരിയില്. ഞാൻ അവിടെ സ്കൂൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ നെറ്റ് കഫേയിലൊക്കെ പോയി ഇരുന്നിട്ട് ഇങ്ങനെ ഞാൻ എന്തെങ്കിലും പാട്ടൊക്കെ റീമിക്സ് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. അപ്പം അങ്ങനെയാണ് എനിക്ക് കോള് വരുന്നത്. അപ്പൊ ഞാനും ആദ്യമായിട്ടാണ് ഈ മെറ്റൽ മ്യൂസിക് കേൾക്കുന്നത് മുൻസ് അയച്ചു തരുമ്പോ. അതിനു മുമ്പ് മെറ്റാലിക്ക കേട്ടോന്നല്ലാണ്ട് ഈ ഗ്രൗള് ഞാൻ അപ്പോഴും കേട്ടിട്ടില്ല. അപ്പം പിന്നെ എനിക്ക് അറിയുന്ന മിക്ക ആൾക്കാർ മുൻസിനെ ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. വരുണും എനിക്ക് നമ്മുടെ സ്ഥിരം യൂത്ത് ഹോസ്റ്റലിൽ കോമ്പറ്റീഷൻ ഉണ്ടാവുന്ന ആളാണ്. അപ്പം നിച്ചുനെ എനിക്ക് പരിചയമുണ്ട്. ഇങ്ങനെ വീട്ടിൽ തന്നെ എന്റെ ഫ്രണ്ട് ത്രൂ നിച്ചുനെ പരിചയപ്പെട്ടു. അപ്പൊ എനിക്ക് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം കംഫർട്ടബിൾ ആണ് പരിപാടി. ജസ്റ്റ് ഒന്ന് ആകെ അവരോട് ട്രെയിനിൽ കയറുക, നമ്മള് കാലിക്കട്ടെ കൊച്ചി റെക്കോർഡ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ കീബോർഡ് എന്നുള്ള പ്ലാൻ ഇല്ല. ഞാൻ ബാൻഡ്മേറ്റ് അല്ല. അപ്പം അങ്ങനെ ഞാൻ ഇവരായിട്ട് വൈബ് ചെയ്തപ്പം ഭയങ്കര രസമുണ്ട്. പിന്നെ നമുക്ക് വേറെ ഒന്നും ഇല്ല അവിടെ തലശ്ശേരിയില്. പിന്നെ കൊച്ചിയിലോട്ട് അങ്ങനെ ഒരു യാത്രയൊക്കെ ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയതാ. അങ്ങനെ അന്ന് രാത്രിയാണ് ഇവര് നീയും കൂടെ കൂടുന്നു എന്നുള്ളൊരു സാധനം ചോദിച്ചത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഈ ഫസ്റ്റ് റെക്കോർഡിങ് നിങ്ങളൊരു സ്ക്രാച്ചിൽ ഉണ്ടാക്കുന്ന ഒരു പ്ലാൻ ആയിരിക്കുമല്ലോ. അങ്ങനെയല്ല ഇപ്പൊ നിങ്ങളിപ്പോ മൺസൂണിൻ കണ്ണൂർ പോലെ അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് വർക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട്. നിങ്ങളൊരു നമ്മൾ പറയുന്ന ഒരു ഡെക്കേഡ് എന്ന് പറയുമ്പോൾ 10 വർഷത്തിന് ഇപ്പുറമാണ് നിങ്ങൾ അങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് ചെയ്യുന്നത്. പക്ഷേ ഇനീഷ്യൽ പ്ലാൻ എന്ന് വെച്ചാൽ സ്ക്രാച്ച് ആണ്, എക്സ്പെരിമെന്റൽ ആണല്ലോ. അതൊരു ഫസ്റ്റ് റെക്കോർഡിങ് ആ ഒരു മെമ്മറി എന്താ? അത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു പരിധി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തന്നെ മനസ്സിലായത് ഇതൊരു സോങ് പോലെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വരുണിന്റെ റിഫിങ് വരും ആ സമയത്ത് നമ്മൾ എല്ലാവരും ഭയങ്കര അമേച്വർ ആയിരുന്നെങ്കിലും വരും മൊത്തത്തിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരു എലവേറ്റഡ് മനുഷ്യനാണ് മ്യൂസിക്കിന്റെ കാര്യത്തിൽ. അപ്പൊ അന്നും അവൻ ഉണ്ടാക്കിയ സാധനം ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോ ചെയ്യുന്ന സമയത്ത് വേറെ പ്രതീക്ഷയൊന്നുമില്ല. ഗിറ്റാറിന്റെ കൂടെ ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മൈൽ സ്റ്റോൺ. ഒരു ഗ്രൂപ്പിൽ ഉണ്ട് എന്ന് പറയുന്ന വേറെ മൈൽ സ്റ്റോൺ. പാട്ട് എഴുതുക എന്നൊക്കെ പറയുന്നതിന്റെ അപ്പുറം പിന്നെ വേറെ പരമാനന്ദം വേറെ ഇല്ലല്ലോ. അപ്പൊ അത് മാത്രമായിരുന്നു ഉദ്ദേശം. പക്ഷെ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സോങ് ഇറക്കി. അപ്പൊ ആ സമയത്ത് റിവർബ് നേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെയാണ് എല്ലാ മ്യൂസിക് ഒക്കെ വരുന്നത്, ഇന്ത്യൻ. അവിടെ ചാർട്ട്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഈ പാട്ട് അപ്ലോഡ് ചെയ്തു. അപ്പം എപ്പോഴും കേരളത്തില് അവിയൽ മദർജി 2013 അല്ല, ഇത് 2007 ഞാൻ അന്നേരം ബാൻഡിലില്ല. ഇവര് ഇത് ഇറക്കിയിട്ട് ഓർക്കുട്ട് ത്രൂ ആണ് ഞാൻ ഡെത്ത് വാൻഡി എന്ന് പറയുന്ന സോങ് കാണുന്നത്. ഞാൻ കേട്ടിട്ട് ഡിസ്റ്റോഷനെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊരു ബാൻഡ്, ഞാൻ എന്നിട്ട് മുന്നേ ഓർക്കുട്ടിൽ മെസ്സേജ് ഒരാളിയാക്കിയിട്ടില്ല പാട്ട് രക്ഷയില്ല. ഞാൻ ബാൻഡിലില്ല. അപ്പോ ഈ ചാർട്ടിൽ എപ്പോഴും കേരള ചാർട്ടിൽ എപ്പോഴും മദർജൈൻ അവിയൽ മദർജൈൻ അങ്ങനെ ആയിരിക്കും. അതിന്റെ ഇടയിൽ ഒരു ഹെറിറ്റിക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു എവർഗ്രീൻ ഉണ്ടാവും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ചാർട്സിൽ നമ്മൾ അങ്ങനെ ടോപ്പ് 5 വന്നു, ടോപ്പ് 3 വന്നു, ടോപ്പ് 1 വന്നു കുറച്ചു കാലം. അപ്പൊ ഓൾ ഇന്ത്യ ചാർട്ട് ഉണ്ട്. ഓൾ ഇന്ത്യ ചാർട്ടിൽ 30th ഒക്കെ വന്നു. പിന്നെ നമ്മൾ ഓൾ ഇന്ത്യ ചാർട്ടിൽ 9th. അങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ ക്രിപ്റ്റോസ് ഡെമോണിക് റെസ്ട്രക്ഷൻ TDT അങ്ങനെ ഒരു സാധനം വന്നു. നമ്മളിത് സ്ക്രീൻഷോട്ട് എടുക്കുന്നു, ഇത് പിന്നെ എന്താ പറയുക പ്രിന്റ് ചെയ്യുന്നു. നമുക്ക് ഇതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല. അപ്പോൾ ആൾക്കാരൊക്കെ ഇത് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ നല്ലൊരു എക്സ്പോഷർ കിട്ടി. അപ്പൊ കേരളത്തിൽ നിന്നുള്ള കണ്ണൂരിൽ നിന്നുള്ള പുതിയ ബാൻഡാണ് ഇവര് എന്നൊക്കെ പറഞ്ഞു. RSGയിലൊക്കെ ആർട്ടിക്കിൾസ് ഒക്കെ വന്നു. അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഒരു ബാൻഡ് എന്നൊക്കെയുള്ള ഒരു ഫോമിലേക്കൊക്കെ ആലോചിച്ചു തുടങ്ങി. കാരണം ഇതുവരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവൻ വായിക്കുന്നത് നന്നായിട്ടുണ്ടെന്ന് ഞാൻ അങ്ങോട്ടും പറയും, ഇവൻ അങ്ങോട്ടും പറയും നന്നായിട്ടുണ്ട്. അതിന്റെ അപ്പുറം വേറെ റിവ്യൂസും പരിപാടിയൊന്നും ഇല്ലല്ലോ. പുറത്തേക്ക് ഇറങ്ങിയ ആൾക്കാർ ഇത് കേട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു തോന്നിയപ്പോഴാണ് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നത്. പിന്നെ ഒരു ബാൻഡാണെന്നൊക്കെ നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയത്. പിന്നെ അതില് ഒരു ബാൻഡ് എന്നുള്ളതിനേക്കാളും ഒരു ബ്രാൻഡ് ആകുന്ന ഐ തിങ്ക് മുൻസിന്റെ കുറെ ആ ക്രിയേറ്റീവ് ബ്രാൻഡ് വർക്ക് റിയലി ഹെൽപ്ഡ്. ഇനി ഈവൻ അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അത് കുറെ ബാൻഡ്സിന് അത് ഇല്ല. മ്യൂസിക്കലി അടിപൊളിയാണെങ്കിൽ റീജിയണൽ ഇതിൽ തന്നെ ചിലപ്പോൾ പെട്ട് കിടക്കും. അല്ലേ? എന്തുകൊണ്ടോ ഇപ്പം ബാൻഡിന്റെ പേരിടുന്ന സമയത്ത് തന്നെ അപ്പൊ എന്തോ ഒരു ബോധം ഉണ്ടായിരുന്നു തോന്നുന്നു. ഫസ്റ്റ് ഓപ്ഷനും ഫസ്റ്റ് തോട്ടും ആണ് അത്. നമ്മൾ ആദ്യം വിചാരിച്ചു നമുക്ക് ഒരു മെറ്റൽ ബാൻഡ്. അപ്പൊ ഫസ്റ്റ് നെയിം അൾട്ടിമേറ്റം, അങ്ങനെ ഒരു മെറ്റൽ വൈബ്. പക്ഷെ അതിന്റെ ഇടയിൽ ഡെത്ത് വാൻഡി ഒക്കെ കഴിഞ്ഞ് പിന്നെ ഈ ശിവ എന്ന് പറഞ്ഞ ഡെത്ത് വാൻഡി എഴുതി കഴിയുമ്പോൾ തന്നെ നമ്മൾ ശിവ എന്ന് പറഞ്ഞ സോങ്ങിന്റെ പരിപാടികളൊക്കെ ആലോചിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ വരുണോട് ഈ പൊട്ടൻദൈവത്തിന്റെ കഥയും പരിപാടികളൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു വൈബിൽ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട്
ഇതായിട്ട് നിൽക്കുകയായിരുന്നു. തെയ്യത്തിന്റെ ഈ സ്റ്റോറിയൊക്കെ കേട്ട് ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഡൗൺ ട്രോഡൻസ് എന്നുള്ള, അതായത് നമുക്കായിട്ട് നമ്മൾ അൾട്ടിമേറ്റം ഒന്നുമല്ല, നമുക്ക് ഇവിടുന്ന് തുടങ്ങാം എന്നൊക്കെയുള്ള രീതിയിൽ. കാരണം ഈ ശിവന്റെ വീഡിയോ ഒക്കെ ആലോചിക്കുന്ന സമയത്ത് ഇന്ന് ശങ്കരാചാര്യന്റെ സ്റ്റോറി ആണെങ്കിലും മറ്റേ അതായത് രാവണന്റെ സ്റ്റോറി ആണെങ്കിലും ഇപ്പുറത്ത് വന്ന് പിന്നെ രാവണന്റെ സ്റ്റോറി ആണെങ്കിലും ഇപ്പുറത്ത് വന്ന് ശങ്കരാചാര്യന്റെ സ്റ്റോറി ആണെങ്കിലും എല്ലാം കണക്ട് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുന്നത് ഡൗൺ ട്രോഡൻസിനെ കുറിച്ചിട്ടാണ്. പിന്നെ ഇത് എപ്പോഴും ഒരു അടിച്ചമർത്തപ്പെട്ടവന്റെ സാധനമാണല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് എന്തോ ഒരു അത് നമ്മൾ പറയാതെ നമ്മുടെ രാഷ്ട്രീയം അവിടെ രൂപപ്പെടുകയായിരുന്നു. അതായത് എന്തോ ഒരു പ്രൊട്ടസ്റ്റ് ആണ് പരിപാടി, എന്തോ ഒരു എന്തിനോടോ ഉള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ് എന്നുള്ളത് ആദ്യമേ ഒരു സാധനം ഉണ്ടായിരുന്നു. സർ, ഇതില് ഈ പറഞ്ഞ കണ്ണൂർ എന്ന് പറയുന്നത് കണക്ട് ഇപ്പൊ തെയ്യം ഇതിലേക്ക് കണക്ട് ആവുന്നു. നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഇനീഷ്യൽ ഇതിറങ്ങുന്ന സമയത്ത് ഈ തോറ്റമാണ് അതിൽ കണക്റ്റഡ് ആവുന്നത് എന്നുള്ളത്. പക്ഷെ വേറെ രീതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളതിൽ AVയുടെ കാര്യം പറഞ്ഞ സമയത്തും ഈ കരിവള്ളൂർ സമരം, അതായത് ഈ ഒരു പക്ഷേ അങ്ങനെ ഒരു നമ്മൾ പറയാവുന്ന അൺസങ് ഹീറോ എന്നൊക്കെ പറയാവുന്ന ഒരു കേരളത്തിന് പൊതുവെ എല്ലാവർക്കും അറിയാവാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട്. നിങ്ങളുടെ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അല്ലെ 20s-ലാണ്, ചെറിയ ചെക്കന്മാരാണ്. ചെറിയ ചെക്കന്മാർ ഇപ്പൊ വലിയ വായുന്ന ചെറിയ ചെക്കന്മാരെ. പക്ഷെ ഞാൻ പൊളിറ്റിക്കൽ ഓറിയന്റേഷൻ കാര്യത്തിൽ ആ പ്രായം ഒരു പരിമിതിയല്ല. നിങ്ങളെ സംബന്ധിച്ച് അന്ന് ലീഡ് ചെയ്തത് കാരണം വെച്ചാൽ നിങ്ങൾക്കൊരു മ്യൂസിക് ജോണിനോട് ഉള്ള ഒരു ഇഷ്ടത്തിനപ്പുറത്ത് ഈ പറയുന്ന അതിന്റെ പൊളിറ്റിക്കൽ ലെയർ അല്ലെങ്കിൽ ഇത്ര മീനിങ് ഫുൾ ആയി ചെയ്യണം എന്നൊക്കെ തോന്നുന്ന ഒരു സംഗതി അത് വന്നത് എങ്ങനെയാ? അത് വന്നത് എനിക്ക് അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് പറയാൻ പറ്റുന്നത് എന്റെ കോളേജായിരുന്നു. ബ്രണ്ണനിലാണ് ഞാൻ പഠിച്ചത്. അപ്പം ബ്രണ്ണനിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു SFI പ്രസൻസും ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സിന്റെ ഒരു സ്ഥലമാണ്. അപ്പം അവിടുന്നുള്ള കുറെ എക്സ്പോഷറും പിന്നെ ഞാനന്ന് തെയ്യമായിട്ട് അത്ര എക്സ്പോസ്ഡ് ആയിരുന്നില്ല. അറിയാം ഇങ്ങനെ ഒരു ആർട്ട് ഫോം ഉണ്ടെന്ന്. പിന്നെ നമ്മള് മുന്നുമായിട്ട് മീറ്റ് ചെയ്ത് ശിവ കമ്പോസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് ആ കോൾ വന്നത്. അന്നത്തെ നമ്മുടെ മാനേജർ നിതിൽ പുള്ളിക്കാരൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ബേസിസ്റ്റിന്റെ ഒരു ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ പയ്യാമ്പലത്ത് പോയി ശിവ കമ്പോസ് ചെയ്തു. അപ്പൊ ആ സമയത്താണ് നമ്മൾ ഈ ആശയങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത്. അപ്പം പുള്ളിക്കാരൻ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു ഈ തെയ്യത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും തോറ്റത്തിന്റെ ആ ഒരു അന്തരീക്ഷവും കാര്യങ്ങളും അറ്റ്മോസ്ഫിയറും പറയുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്. ഈ ശങ്കരാചാര്യരുടെ ആ ഒരു സർവജ്ഞപീഠത്തിലേക്കുള്ള കയറ്റവും പുള്ളിക്കാരൻ്റെ ഒരു അഹങ്കാരവും ചണ്ടാളനായിട്ട് വന്ന് അതിനെ അതോറിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, അപ്പൊ ആ ഒരു സംഭവം എൻ്റെ ആ ഒരു ബ്രണ്ണൻ എന്നുള്ള ആ ഒരു പൊളിറ്റിക്സിന്റെ ബാക്ക്ഗ്രൗണ്ടും അതൊക്കെ ഒരുമിച്ച് വന്നപ്പോഴായിരുന്നു നമുക്കൊരു കോൺസെപ്ച്വലായിട്ട് എന്തെങ്കിലും ഈ ബാൻഡിൽ കൂടെ സംസാരിക്കണം എന്നുള്ള ഒരു ആശയം വരുന്നത്. അത് പിന്നെ അഗൈൻ നമ്മൾ ആ ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ ഭാഗമായിട്ടാണ് ആ മൊത്തം കോൺസെപ്റ്റ് ഉടലെടുക്കുന്നത്. അത് ഞാൻ വന്നതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ആ ഒരു പൊതുവായിട്ടുള്ള ചർച്ചയാണ്. കണ്ണൂരിന്റെ ഒരു പ്രത്യേകതയും കൂടിയാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് രാഷ്ട്രീയത്തില് ഉള്ള ആൾക്കാരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂട് എന്ന് പറയുന്ന ഒരു പാർട്ടി ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്പെസിഫിക് പാർട്ടി എന്നുള്ളതിലുപരി അവിടുത്തെ കോൺഗ്രസ്സുകാരാണെങ്കിലും BJP-കാരാണെങ്കിലും പൊതുവെ ഇടതുപക്ഷക്കാരായിരിക്കും. ആ ഒരു മനസ്സുള്ള ആൾക്കാരായിരിക്കും അവിടെ. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഇപ്പം AV കുഞ്ഞമ്മൂനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ കേൾക്കുന്ന കഥകളാണ്. ഇപ്പം പിന്നെ തെയ്യത്തിന്റെ കാര്യങ്ങളാണെങ്കിലും ഓരോ തെയ്യത്തിന്റെ കഥ, ഏത് തെയ്യത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു രക്തസാക്ഷി, അവിടെ ഒരു ചതിക്കപ്പെട്ട ഒരു കഥ, അല്ലെങ്കിൽ ഒരാൾ അടിച്ചമർത്തപ്പെട്ട ഒരു കഥ, അതിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സാധനമായിരിക്കുമല്ലോ എപ്പോഴും തെയ്യം. അപ്പൊ ഈ സാധനം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. പിന്നെ നമ്മുടെ ഫോക്ലോർ, ചെറുപ്പത്തിൽ ഈ ഇത് കേൾക്കുന്നു, നമ്മൾ തോറ്റം കേൾക്കുന്നു. ഇവനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതലേ ദഫ്മുട്ടാണെങ്കിലും മറ്റേ കോൽക്കളി ആണെങ്കിലും അതുമായിട്ടൊക്കെ എക്സ്പോസ്ഡ് ആയിരുന്നു. പിന്നെ കുടുംബത്തിലും നമ്മളൊരു ലെഫ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം അതും ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു നാച്ചുറലി. അങ്ങനെ അതെ. ഈ സുഷിൻ, ഇവരുടെ ഈ നിങ്ങളിത് കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നത് ഇപ്പൊ ഇപ്പോഴും നമ്മളുടെ ഒരു മെയിൻ സ്ട്രീം മ്യൂസിക്കിന്റെ പാർട്ടല്ല. ഇപ്പൊ നമ്മളിപ്പം പറയുമ്പോഴും മെറ്റലിന്റെ ഒരു ഇന്ത്യൻ സിനാരിയോയിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിപ്പോ ഇപ്പോഴും നീഷിലാണ് പോകുന്നത്. പക്ഷെ ഈ പറയുന്ന ഓരോ സ്പെസിഫിക് ബാൻഡിന് വലിയ ഹാർഡ് കോർ ഫോളോവേഴ്സ് ഉണ്ട്, അവർക്ക് ക്രൗഡ് പുള്ളറായി മാറാൻ പറ്റും. അപ്പോഴൊരു മെയിൻ സ്ട്രീം മ്യൂസിക്കിന്റെ പാർട്ടിൽ ഇപ്പം സുഷിനെ പോലും ഇൻഡിപെൻഡന്റ് സീനിൽ നിന്ന് മാറി ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വന്ന് അങ്ങനെ മ്യൂസിക് വരുമ്പോഴാണ് ഒരു പോപ്പുലർ എന്ന് പറയുന്നത്, കുറച്ചുകൂടി ഒരു ഫ്രണ്ട് റോയിലുള്ള പോപ്പുലർ ആവുന്നത്.
അപ്പൊ ഇത് ശരിക്കും അങ്ങനെ ഒരു കരിയർ ഓപ്ഷൻ ആയിട്ട് പോലും അല്ലല്ലോ. പക്ഷെ എന്നാൽ പോലും അവിടെ ഭയങ്കര ഹോണസ്റ്റായി നിൽക്കുക, അവിടുന്ന് ഒരു ബെസ്റ്റ് പീസ് ഉണ്ടാക്കുക. മ്യൂസിക്കിന് അത്രയും എനിക്കിപ്പോഴും തോന്നുന്നത് സിനിമ ഇത്രയും ബാക്ക് ടു ബാക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരു ബിസിനസ് ഇതാവുന്ന സമയത്തും ഇതിനോട് കിട്ടുന്ന ഹൈ അത് വേറെ തന്നെയായിട്ടാണ് സുഷിൻ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇന്റർവ്യൂവിൽ സംസാരിച്ചിട്ടുണ്ട്. ഇത് ഈ TDT എന്താണ് പേഴ്സണലി ഉണ്ടാക്കി തന്നത്? എന്താ TDT? നമ്മളൊരു ഈ ഒരു സമയത്ത് സംസാരിക്കുമ്പോൾ TDT എന്ന് പറയുന്നത് ഈ പറഞ്ഞ സെയിം സാധനം തന്നെ. എനിക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത എനിക്കൊരു സമാധാനമാണ് TDT എന്ന് പറയുന്നത്. നമ്മള് പ്ലേ ചെയ്യുന്നത് ഭയങ്കര ലൗഡ് മെറ്റൽ മ്യൂസിക് ആണെങ്കിലും കൂടുതലും ഇവര് ഈ 10ാം ക്ലാസ് മുതലുള്ള ഒരു ബന്ധമാണല്ലോ. അപ്പം ആ ടൈം മുതൽ നമ്മള് ഒരുമിച്ച് ഉണ്ടാവുമ്പം മ്യൂസിക് എനിക്ക് സെക്കൻഡറി ആക്ച്വലി. നമ്മൾ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന സാധനം. പക്ഷെ നമ്മള് ത്രൂ ഒരുമിച്ചിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഐറ്റം ആക്ച്വലി ഭയങ്കര. പിന്നെ എനിക്ക് വേറെ ലൈവ് വായിക്കാൻ സ്ഥലമൊന്നുമില്ല. ഞാൻ വേറെ ലൈവ് പെർഫോം ചെയ്യുന്നില്ല. ആകെ ലൈവ് പെർഫോം ചെയ്യുന്ന TDTന്റെ കൂടെയാണ്. അപ്പൊ ലൈവ് എന്ന് പറയുന്ന സാധനം സ്റ്റുഡിയോയിൽ ഇരുന്ന് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര ഒരു എനർജി അപ്പൊ തന്നെ കൊടുക്കുന്നു, ഇപ്പൊ തന്നെ കിട്ടുന്നു. ലൈവായിട്ട് നമുക്കത് ആ ഒരു ഹൈ വേറെ ഒരു പരിപാടിക്കും കിട്ടുന്നതായിട്ട് കണ്ടില്ല. അതാണ് എനിക്ക് ആ ലൈവാണ് മെയിൻ. ലൈവും പിന്നെ ഇവരായിട്ടുള്ള ഒരു ബന്ധം, സുഹൃത്തുക്കളുടെ അടുത്തുള്ള ഒരു ആ ഒരു അറ്റാച്ച്മെന്റ് എത്ര ചെറിയ പ്രായത്തിൽ തുടങ്ങിയതാണ്. അതെ, അപ്പം ആ ഒരു കണക്ഷൻ ആണ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നു. നമ്മൾ ഈ അടുത്ത് TDTയുടെ പഴയ ആർക്കൈവ്സ് ഒക്കെ നമ്മള് പണ്ടേ ഈ വ്ളോഗിംഗ് ഒന്നും ഇല്ലാത്ത സമയത്തെ നമ്മളിതെല്ലാം ഡോക്യുമെന്റ് 2 മെഗാ പിക്സൽ ഫോണിലൊക്കെ ഷൂട്ട് ചെയ്യായിരുന്നു. അതിനകത്ത് ഞാൻ ഈ അടുത്ത് കണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർവ്യൂ ചെയ്യുന്നു. ഇത് പണ്ട് ഈ ഓണേഴ്സ് വെക്കേഷൻ സമയത്തെല്ലാം നമ്മളെല്ലാരും എന്റെ വീട്ടിലെല്ലാം ആയിരിക്കും ഒരാഴ്ചയെല്ലാം ക്യാമ്പ് ചെയ്ത് അപ്പൊ സോങ് കമ്പോസ് ചെയ്യുക അതൊക്കെയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ എന്തോ നമ്മളിങ്ങനെ സംസാരിക്കണം. അപ്പൊ ഞാൻ സുഷിനെ ഇന്റർവ്യൂ ചെയ്യുന്നു. അപ്പം സുഷിനോട് ഞാൻ ചോദിക്കുന്നുണ്ട്, ഒരു 10 വർഷത്തിന് ശേഷം ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിലാണ്. ഞാൻ ഭയങ്കര ഫേക്ക് ആക്സന്റ്, ഐ വാണ്ട് ടു ബി എ മ്യൂസിക് ഡയറക്ടർ എന്നൊക്കെ ഭയങ്കര ഫേക്ക് സാധനം. അതൊക്കെ ഇപ്പൊ ഇറങ്ങണ നാളെ കോമഡി ആയിരിക്കും. അത് ഇറക്കണം കേട്ടോ. ഐ ഡോണ്ട് നോ, മേ ബി എ മ്യൂസിഷ്യൻ സാധനം പറയും. God will help us. ആ സമയത്ത് ഇവന്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് പഠിക്കുക, അതിനുശേഷം എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിലൊക്കെ കയറി സൗണ്ട് എഞ്ചിനീയർ ആവുക, അതൊക്കെയാണ് നമ്മുടെ ഡ്രീംസ്. അപ്പൊ കോൺട്രാസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഇപ്പൊ ഒരു 10-15 വർഷം കഴിഞ്ഞതിന് ശേഷം നോക്കുന്ന സമയത്ത് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെയൊക്കെ മ്യൂസിക്കിൽ തന്നെ നിൽക്കാൻ പറ്റി. അവനാണെങ്കിലും നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം പല ജോലികളൊക്കെ ചെയ്തിട്ടാണല്ലോ നമ്മൾ ഈ മ്യൂസിക്കിൽ നിൽക്കുന്നത്. പുള്ളിക്കാരന്റെ പ്രൊഫഷൻ അതായതുകൊണ്ട് പിന്നെ എന്തോ ഒരു സാധനം ഉണ്ട് മനുഷ്യട്ടെ. കാരണം TDTന്ന് ജീവിതത്തിൽ 5 പൈസ ആരും ഉണ്ടാക്കിയിട്ടില്ല. നമ്മള് പൈസ വരുന്നില്ല എന്നല്ല, ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു ഓക്കെ നമുക്ക് ഈ ഷോന് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും 5000 ഉറുപ്പ്യ വെച്ച് എടുക്കുക എന്നുള്ളൊരു എന്നിട്ടും നമുക്ക് ഇത്രയും കൊല്ലം ഇതിന്റെ കൂടെ തന്നെ പിടിച്ചു പോവാന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു മാജിക് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാണ്ട് പൈസക്ക് വേണ്ടിയിട്ടല്ല. നമുക്കൊരു ആഗ്രഹം, എന്തോ ഒരു സാധനം ഉണ്ട്, നമുക്കത് എന്തൊരു സാധനം ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് അതിന്റെ. അത് മാത്രമല്ല ടീം അതേപടി നിൽക്കുക. പുതിയ ന്യൂ ജോയിനിങ് മാത്രമാണല്ലോ അതൊരു ബാൻഡിന്റെ കാര്യത്തിൽ ഒരു പക്ഷെ അപൂർവതയാണല്ലോ. പിന്നെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സുഷിനാണെങ്കിലും വരുൺ ആണെങ്കിലും നിച്ചു ആണെങ്കിലും ഒക്കെ എന്താ വെച്ച് കഴിഞ്ഞാല് ഞാനും മോഹിയൊക്കെ എങ്ങനെയാണോ നമ്മൾ തുടങ്ങിയത് ബാൻഡിൽ എങ്ങനെയാണോ ഉണ്ടായത് അതുപോലെയാണ് ഉള്ളത് സ്കിൽ വൈസ്. അതിന്റെ ഇടയിൽ ഇവരൊക്കെ എവിടേക്കോ പോയി. അപ്പൊ അത് ചിലപ്പോ നമുക്കൊരു ഒരു ഇതായിട്ട് എനിക്ക് മോഹിക്കും. നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ഇവരൊക്കെ വേറെ. കാരണം നമ്മൾ തുടക്കത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരുടെയും ലാംഗ്വേജ് ഒന്നായിരുന്നു. ഇന്ന പ്ലഗിൻ, ഇന്ന സാധനം, ഇന്ന സോഫ്റ്റ്വെയർ എല്ലാം മനസ്സിലാവുന്നതായിരുന്നു. ഇപ്പൊ ഈ അടുത്ത് ഇവര് സംസാരിക്കുന്ന ലാംഗ്വേജ് തന്നെ നമുക്ക് മനസ്സിലാവും. പല പരിപാടികളും ടെക്നിക്കാലിറ്റിയാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും ഇപ്പൊ സുഷിനൊക്കെ എത്രയോ വലിയ ആർട്ടിസ്റ്റിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിച്ചു ആണെങ്കിലും ഇവരൊക്കെ ആണെങ്കിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മളെ കൂടെ ഇരിക്കുന്നു, നമ്മൾ വർക്ക് ചെയ്യുന്നു. ഞാനും ഗണേഷൊക്കെ സംസാരിക്കാറുണ്ട്. നമ്മൾ അന്ന് വായിച്ച കിടുകിടൊക്കെ തന്നെയാണ് വായിക്കുന്നത്. പക്ഷെ വി ആർ സ്റ്റിൽ ടുഗെദർ. ആൻഡ് ഒരിക്കലും പൈസയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ഡിസ്കഷൻ വന്നിട്ടില്ല. സ്കിൽ സെറ്റിന്റെ കാര്യത്തിൽ എന്റെ ലെവലിനനുസരിച്ചിട്ട് എനിക്കിപ്പം വായിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായില്ല. എല്ലാവരും ഒന്നിച്ച് പിടിച്ച് കയറ്റി ഇപ്പം ഗണേഷ് വായിക്കുന്ന ഒരു സാധനം ശരിയാവുന്നില്ലെങ്കിൽ എല്ലാവരും അവിടെ നിർത്തി അവനെ പഠിപ്പിച്ച്, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് പിച്ചിൽ പാടാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ കൊണ്ട് പാടിപ്പിക്കാൻ നോക്കി. അങ്ങനെ ഒരു എന്താ പറയണ്ട ഒരു എല്ലാരും തോളോട് തോള് ലിഫ്റ്റ് ചെയ്ത്
ഈ വരുണ് ഇപ്പൊ ഇതിൽ പറയാം, നിങ്ങളുടെ ഒരു ഫസ്റ്റ് റെക്കോർഡിങ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു, നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്പേസിൽ കാണിക്കുന്ന അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടേക്കോ ഉള്ള ആളുകളുടെ ഫീഡ്ബാക്ക് കിട്ടുകയാണ്. അവര് പല സ്ഥലത്തുനിന്ന് ഈ ഗ്ലോബൽ ഹിറ്റ് ചാർട്ടറിലേക്കുള്ള മെറ്റൽ കാണുന്ന ഭയങ്കര മെറ്റൽ ഹെഡ് ആയിട്ടുള്ള ഭയങ്കര ഹാർഡ് കോർ ഫോളോവേഴ്സ് അടക്കം ഉണ്ടാവുമല്ലോ, ആ ഫീഡ്ബാക്ക് വരികയാണല്ലോ. ഞാനിപ്പോഴും നോക്കി നിങ്ങൾ ഫസ്റ്റ് വീഡിയോക്കൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വീഡിയോ കണ്ടിട്ട് പോയിട്ട് കമന്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അന്ന് വന്ന സെയിം ആളുകൾ ചിലപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ്. സുഷിനോട് ഞാൻ സംസാരിച്ചപ്പോൾ പുറത്തു നിന്ന് എപ്പോഴാണ് അടുത്ത പെർഫോമൻസ്, ലൈവ് പെർഫോമൻസിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ ഫീഡ്ബാക്ക്, ഇനീഷ്യൽ ഫീഡ്ബാക്ക് നിങ്ങൾ അത് എത്രത്തോളമാണ്, നിങ്ങളുടെ ഒരു ടേക്ക് അവേ എന്തായിരുന്നു? നമ്മൾ ഇപ്പം മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ആഗ്രഹം പോലെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ആരും അങ്ങനെ ഒരു പ്രൊഫഷണൽ സംഭവം എന്നുള്ള രീതിയിലല്ല, നമ്മളെല്ലാവരും ഒരു പാഷൻ എന്നുള്ള ഒരു പുറത്താണ്. പിന്നെ എല്ലാവരും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആ ഒരു ഇതില് പോകുന്നത് എൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇതില് പല സാധനം നമുക്ക് ഭയങ്കര പേഴ്സണൽ ആയിട്ട് ഉള്ള ഒരു ഇതായിട്ടാണ്. അപ്പം എന്താ പറയാ, ഇപ്പം വരുന്ന കമന്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ കൂട്ടത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മളത് എടുത്ത് അതിന്റെ മേലെ വർക്ക് ചെയ്യുക. പിന്നെ ചെയ്യുന്നതിന് ഒരു റീസൺ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പം എല്ലാത്തൊരു വർക്ക് എന്നുള്ള അല്ലാണ്ട് ചെയ്യുന്നതിലൊരു റീസൺ ഉണ്ട്. അപ്പം വെച്ച് നോക്കുമ്പോ പക്ഷെ നമ്മൾ അന്ന് എനിക്ക് ഓർമ്മയില്ല, നമ്മൾ ഫീഡ്ബാക്ക് എടുത്തിരുന്നു, നമ്മള് ക്രൗഡ് എന്താ പറയുന്നത്. ഇവൻ പേഴ്സണൽ ആയിട്ട് എടുക്കും, കമന്റ് ഒക്കെ അടിക്കും. അല്ലല്ല, ആൾക്കാര് തെറി പറയുമ്പോ ഞാൻ കുറച്ച് ഇപ്പൊ മുന്നേ അങ്കിൾ ആരോ വിളിച്ചത്. എനിക്കൊന്ന് തുടക്കത്തിൽ ചില സമയത്ത് ഇപ്പൊ ഇന്നത്തെ പോലത്തെ സൈബർ ബുള്ളിങ്ങിലുള്ള സമയം ആയിരുന്നില്ല എന്ന് തോന്നുന്നു. അന്ന് എനിക്ക് ഓർമ്മയില്ല, അന്ന് നമ്മളായിരുന്നു ആ സൈബർ ബുള്ളി. പക്ഷെ ആക്ച്വലി നമ്മുടെ ഏർലി ഡേയ്സിൽ നമ്മൾ അങ്ങനെ ഫീഡ്ബാക്ക് മോശമായിട്ടൊന്നും പറയില്ല. ഒരു പോപ്പുലർ ജോണറിലല്ലല്ലോ നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ നമ്മൾ പാട്ട് ഇറക്കിയതല്ലേ, നമ്മുടെ ഒരു ഓഡിയോ മിക്സിനെ കുറച്ച് ഫീഡ്ബാക്ക് അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തു. അങ്ങനത്തെ കുറച്ച് ടെക്നിക്കൽ സാധനം വരുമ്പോ എന്തായാലും നമ്മള് അന്ന് ഞാൻ തമാശക്ക് പറഞ്ഞായിരുന്നു, അതായത് നമുക്ക് സിനിമയിൽ കിട്ടാത്തൊരു സാധനമാണല്ലോ ഇങ്ങനെ പ്രിവ്യൂ കൊടുത്തിട്ട് അഭിപ്രായം എടുക്കല്ലോ. നമ്മളന്ന് പ്രിവ്യൂ കൊടുത്തപ്പം ഒരാൾ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ ആ മനസ്സുകൊണ്ട് നടുക്കുള്ള ആ സാധനം ഇത്തിരിയും കൂടെ ഒരു ഡിലേയും കൂടെ വന്നാൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പം അതൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ചെറിയ സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ ഫീഡ്ബാക്സ് അങ്ങനെ എടുക്കും. പക്ഷെ അല്ലാണ്ട് ഭയങ്കര മ്യൂസിക് ചില പാട്ടൊക്കെ എസ്പെഷ്യലി നമ്മളിപ്പം പുതിയ ആൽബം ഇറക്കിയത് തിങ്കിന്റെ ചാനലിലായോണ്ടും അവര് വേറെ തന്നെ ഒരു ഓഡിയൻസ് ആണ് ആദ്യം കാണുന്നത്. അവര് ചിലവരൊക്കെ മെറ്റൽ എന്ന് പറഞ്ഞ അതൊരു മാക്സിമം ഫിലിം മ്യൂസിക് അല്ലേ, വിജയ് ഫാൻസ് സുഷിന്റെ ഫാൻസ് വരുന്ന സമയത്ത് അവർ ആകെ ഡിസപ്പോയിന്റഡ് ആവും. അവര് പിന്നെ ജലമൗനം ഒക്കെ കേൾക്കാൻ വേണ്ടി കേൾക്കുന്നത് ഇങ്ങനെ ഒരു സാധനമാണ്. പക്ഷെ അത് വേറൊരു ആംഗിളും കൂടി ഉണ്ട്. കാരണം സുഷിൻ അതുപോലെ ഒരു മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കും, ഇതുപോലെ ഒരു അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കും. അപ്പൊ അതിന്റെ ഒരു കോൺട്രാസ്റ്റും കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ റോളിംഗ് സ്റ്റോൺ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഗെയിം ചേഞ്ചിങ് സംഗതിയാണ്. നിങ്ങൾ റീജിയണൽ ആളുകളാണ്, നിങ്ങൾ തന്നെ ചിലപ്പോൾ കേരളത്തിൽ നിന്ന് സെറ്റിൽ ചെയ്തിട്ട് എവിടെയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നിടത്തുനിന്ന് നിങ്ങൾക്ക് ഭയങ്കര അപ്രതീക്ഷിതമായിട്ടുള്ള സംഗതി കിട്ടുന്നു. അങ്ങനെ അതൊരു ക്ലീൻ സ്വീപ്പ് പോലെ ഒരു ഭയങ്കര സക്സസ് ഉണ്ടാക്കുന്നു. ഇന്റർവ്യൂസ്, റെക്കഗ്നീഷൻസ് അത് വരുന്ന സമയത്തില്ലേ ആ ഒരു ജേർണി ഇപ്പൊ ഓർത്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ്? അത് ബേസിക്കലി നമ്മൾ ആൽബം ഇറക്കിയ സമയത്ത് അന്ന് കുറെ അവാർഡ്സ് ഉണ്ടായിരുന്നു. ഈ റോളിംഗ് സ്റ്റോൺ മെറ്റൽ അവാർഡ്സ് അന്നത്തെ മെറ്റൽ സീനിലെ ഒരു നമ്പർ 1 തന്നെ പറയുന്നത്. അപ്പൊ നമ്മളത് ഇറക്കുമ്പോ തന്നെ അത് മൈൻഡിൽ കണ്ടു, ഇന്ന ഡേറ്റിൽ ഇറക്കിയ ഇന്ന ഡേറ്റിൽ അപ്ലൈ പക്ഷെ അപ്ലൈ ചെയ്തു 9 കാറ്റഗറി നോമിനേറ്റഡ് ആയി. അപ്പൊ തന്നെ നമ്മുടെ കിളി പോയി. പിന്നെ അവര് വിളിച്ചിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബോംബെ പോയിട്ട് ഒരു ഷോ ചെയ്യുക അതായിരുന്നു. അവര് വിളിച്ചു, നമ്മളിത് പെർഫോം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ പെർഫോമൻസ് ആണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് വിചാരിച്ചാണ് പോയത്. കാരണം അന്ന് ഡിമോണിക് റിസറക്ഷൻ, പ്രോവിഡൻസ്, കുറെ അന്നത്തെ മെയിൻ ബാൻഡ്സ് എവരി വൺ വാസ് നോമിനേറ്റഡ്. അപ്പൊ നമ്മള് മാക്സിമം പെർഫോമൻസ് പോയി ചെയ്തു. പിന്നെ അവാർഡ് വന്നപ്പം ഇങ്ങനെ പേര് വിളിച്ചോണ്ടിരിക്കുന്നു, പോയി എടുത്തോണ്ടിരിക്കുന്നു. ഞാനും ഗണേശും മറ്റേ ബെസ്റ്റ് ഡ്രമ്മറിനും ബെസ്റ്റ് കീബോർഡിസ്റ്റിനും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും ഗണേശും കൂടെ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് നമ്മള് വെറുതെ താങ്ക് യു മറ്റേ ടൈപ്പൊക്കെ ചെയ്ത് നോക്കി എന്തൊക്കെ പറയാന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോ എനിക്കും ഗണേശിനും മാത്രം കിട്ടി, ബാക്കി എല്ലാവർക്കും കിട്ടി. ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു.
വാങ്ങിട്ട് ഒറ്റ ഇവൻ സാധനം അങ്ങനെ എടുത്തിട്ട് അല്ലു അർജുൻ മറ്റേ ഇതിന് പോയ പോലെ ഒറ്റ പോക്ക്. അപ്പൊ അവര് തിരിച്ചു വിളിച്ച് വരും കം ബാക്ക് എന്നൊക്കെ പറഞ്ഞ് സേ സംതിങ് എന്നൊക്കെ പറഞ്ഞു. താങ്ക് യു പീപ്പിൾ, താങ്ക് യു റോളിംഗ് സ്റ്റോൺ പീപ്പിൾസ്. പിന്നെ പക്ഷെ നമ്മുടെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ അത് ജഡ്ജ് ചെയ്തത് നമ്മുടെ ഒരു 2 ഹീറോസ് ആയിരുന്നു. ഒന്ന് ക്രിസ് ആഡ്ലർ, ലാംബ് ഓഫ് ഗോഡിലെ ഡ്രമ്മർ, പിന്നെ ടെസ്റ്റമെന്റ് അലക്സ് കോൾനിങ്. അപ്പം ക്രിസ് ആഡ്ലർ നമ്മുടെ ഒരു ആൽബം തന്നെ ഫിസിക്കൽ കോപ്പി ചോദിച്ചു. അത് പോയി അയാൾക്ക് അല്ല, പുള്ളിക്കാരനല്ല, ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേരും പരിപാടിയും ഒന്നും ഉണ്ടാവില്ലല്ലോ, എല്ലാ ട്രാക്കും ഇങ്ങനെ ട്രാക്ക്. അപ്പൊ അങ്ങനെ പുള്ളിക്കാരൻ്റെ ഒരു ആൽബം ചോദിച്ചു. അപ്പൊ നമ്മള് ഫസ്റ്റ് അവിടെ ബസ്സൊക്കെ ഇറങ്ങി അവിടെ വെന്യൂലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടുത്തെ ആൾ വന്നിട്ട് പറഞ്ഞു, വി നീഡ് യുവർ ഫിസിക്കൽ കോപ്പി ബിക്കോസ് ക്രിസ് ഈസ് ആസ്കിംഗ് ഫോർ. ഏത് ക്രിസ്? ക്രിസ് ആഡ്ലർ. അപ്പൊ തന്നെ നമ്മൾ അവാർഡ് പരിപാടിക്ക് അവിടെ നിൽക്കണം. കാരണം പുള്ളിക്കാരന്റെ പരിപാടിയൊക്കെ കേട്ട് ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ എഴുതുന്നു. അപ്പൊ പുള്ളി തന്നെ നമ്മളെ പാട്ട് ഇഷ്ടപ്പെട്ടു, അതിന്റെ അപ്പുറം വേറെ എന്താ വേണ്ടതെന്നൊക്കെ പറയുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ ആകെ ആഗ്രഹിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് വർക്ക് നമ്മൾ നല്ല പണിയെടുത്തിട്ടുണ്ടായിരുന്നു, അതിനൊരു അവാർഡ്. പിന്നെ വരുണും കുറച്ചധികം പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വരുണൊരു അവാർഡ് അത് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് മൈലേജ് കിട്ടിയെന്നുള്ള ഒരൊറ്റ ഇത് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു അംഗീകാരം നമ്മളെ പോലെ വരുന്ന ഒരാൾക്ക് സ്കോൾനിക്ക് ട്വിറ്ററിൽ നാഗവല്ലിന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അല്ലെ. ഈ ഇതുപോലൊരു ഭയങ്കര ഗ്രാൻഡ് വെന്യൂവിൽ പോയി അങ്ങനെ ഒരു ഗെയിം ചേഞ്ചിങ് ഈ പറയുന്ന ഇത്രയും അവാർഡുകൾ ഒന്നിച്ച് കിട്ടുന്നു എന്നുള്ളിടത്ത് നിങ്ങളിപ്പോ ഒരു വെരി നെക്സ്റ്റ് പ്ലാൻ എന്നുള്ള രീതിയിലേക്ക് ഒരു യുഗമല്ല ഇതായി, ഇനി നമുക്ക് ഈ മൂഡിൽ പോവാമെന്ന് ഡിസൈഡ് ചെയ്യുന്ന രീതിയിൽ എത്തിയോ? എന്താണ് ആ ഒരു തിരിച്ച് വണ്ടി കയറുന്ന മൂഡ്? പിന്നെ ഇൻസ്പിരേഷന്റെ മറ്റേ മൂർധന്യാവസ്ഥയിലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, മറ്റേ തിരിച്ചു വരുന്ന സമയത്തൊക്കെ അടുത്ത ആൽബത്തിനെ കുറിച്ച് ഡിസ്കഷൻ ഒക്കെ തുടങ്ങി. അടുത്ത ആൽബത്തിൽ നമുക്ക് എത്ര പാട്ട് വേണം? 10 തന്നെ വേണം. നമ്മള് ഫ്ലാറ്റിലോട്ട് തിരിച്ചെത്തി ഇത് നിരത്തി വെച്ച് ഫോട്ടോ എടുക്കുന്നു, ഒരു 2 കൊല്ലത്തിൽ അടുത്ത ആൽബം. അപ്പൊ ആ സമയത്ത് ഈ ഡീമൻ സ്റ്റീലറിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഈ അവാർഡ് കഴിഞ്ഞ പിറ്റേ ദിവസം. അപ്പൊ ഇതേ ചോദ്യം അന്ന് ചോദിച്ചായിരുന്നു, എന്താണ് നിങ്ങളുടെ അടുത്ത പ്ലാൻ? അപ്പൊ നമ്മൾ പറയുന്നു, നമ്മൾ ഓൾറെഡി മറ്റേ ആൽബത്തിനെ കുറിച്ചുള്ള ഡിസ്കഷൻ തുടങ്ങി. അപ്പൊ പുള്ളി ഇങ്ങനെ ചിരിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തേ? അപ്പൊ പുള്ളി അല്ല, ഇത് ഞാൻ കുറെ സ്ഥലത്ത് നിന്ന് കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ ഫസ്റ്റ് ആൽബം ഇറക്കി വെച്ചിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാവട്ടാന്ന്. നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്, നമുക്ക് ഇത്രയും വലിയ അംഗീകാരം കിട്ടി, നമ്മൾ ഇനി തുടങ്ങുകയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ 2024 പരിപാടി, 2013-24 എത്തിയത് പരിപാടി ചെയ്യാൻ വേണ്ടി. കാരണം കുറെ കാര്യങ്ങൾ അതിന്റെ ഇടയിൽ സംഭവിച്ചു. ഈ ചെക്കൻ പ്രായം മാറി ഒരു 23-24 അപ്പം കുറച്ചൊന്ന് കുറച്ചുകൂടി അല്ലേ ഒരു നിങ്ങളുടെ അപ്ഗ്രേഡിംഗ് പ്ലാൻ കൂടി ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് ആ വെന്യൂ നിങ്ങൾ എക്സൈറ്റഡ് ആക്കുന്നു, നിങ്ങൾ ഈ പറയുന്ന ലെജൻഡറി ആയിട്ടുള്ള നിങ്ങൾ അത്ര ഇൻസ്പയർ ചെയ്യുന്ന ആളുകളെ കാണുന്നു. അപ്പൊ നിങ്ങളുടെ അടുത്ത വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാ രീതിയിലും ഒരു സ്കെയിലിംഗ് പ്ലാൻ ഉണ്ടാവും. ഒരു മോർ അല്ലെ, ഒരു ഫൈനസ്റ്റ് വേർഷൻ വേണം എന്നൊക്കെ ആലോചിക്കും. പണ്ട് നമ്മൾ ജഡ്ജ് ചെയ്യാൻ ആരുമില്ല, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ആ ഒരു ധൈര്യമായിരുന്നു ഫസ്റ്റ് ആൽബം മൊത്തം. രണ്ടാമത് വരുമ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ നോളജ് ലെവല് മാറാൻ തുടങ്ങി. ടേസ്റ്റിനെക്കാളും ടേസ്റ്റ് മാറി തുടങ്ങി. അത് മനുഷ്യൻ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. കാരണം നമ്മൾ ചെയ്യുന്ന സംഭവത്തിന് തന്നെ വല്ലാണ്ട് അത് വല്ലാണ്ട് ജഡ്ജ് ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്ത്, അപ്പൊ ആ ഒരു പ്രോസസ് ഇതിങ്ങനെ നീണ്ടു പോകും. ഒരു സോങ് എഴുതാനുള്ള സമയത്ത് നെസർ പറഞ്ഞ പോലെ ഈ പ്രായം ചെല്ലുമ്പം നമ്മള് ബേസിക്കലി പാട്ട് എഴുതുമ്പം എല്ലാവരും ഒരുമിച്ച് ഒരു റൂമിൽ ഇരിക്കുമ്പോഴാണ് ഒരു മാജിക് വരും. അത് ഓപ്പർച്യൂണിറ്റി കുറഞ്ഞു തുടങ്ങി, ഓൺലൈനായി തുടങ്ങി, എല്ലാവരും ഓരോരോ. പക്ഷെ എന്നാലും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ക്യാമ്പ് വെച്ച് ഒരു പാട്ടെങ്കിലും തീർക്കുന്ന ഒരു മോഡിലെത്തി. അതിങ്ങനെ ഒരു 10 വർഷത്തിൽ 10 വർഷം അത് ഈ പറഞ്ഞ ഗ്യാപ്പ് ഒന്ന് ഉറപ്പ് നിങ്ങൾ ഫോർ ബെസ്റ്റ് എന്നുള്ള രീതിയിലാണല്ലോ അത് എത്തിയത്. അത് പിന്നെ ഒരു നെക്സ്റ്റ് ഫസ്റ്റ് എന്നുള്ളത് എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മൺസൂണിൻ കണ്ണൂർ എന്ന് പറഞ്ഞ പാട്ട് ഈ ഫസ്റ്റ് ആൽബം ഇറങ്ങുന്നതിന് മുമ്പൊക്കെ തന്നെ നമ്മൾ അതിന്റെ പരിപാടികളൊക്കെ ചെയ്ത് വെച്ചു. ഇത് 2013 ആലോചനയിലായിരുന്നു. ഇങ്ങനെയല്ല, ഇനി ആയിരുന്നില്ല. പക്ഷെ അന്ന് ആ പാട്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചങ്കറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മള് സ്റ്റക്കായി ഒരു ഏരിയയിൽ സ്റ്റക്കായി. പിന്നെ അത് അങ്ങോട്ട് മുന്നോട്ട് പോയില്ല, പിന്നെ നമ്മൾ ആ പാട്ട് വിട്ടുപിടിച്ചു വേറെ ബാക്കിയുള്ള. അങ്ങനെയാണ് ഫസ്റ്റ് ആൽബത്തിൽ. പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ അതിൻ്റെ അകത്തുള്ള ഈ ഒരു ഐഡിയ ഉണ്ട്, അത് മാത്രം എടുത്തിട്ട് ബാക്കി മൊത്തം പൊളിച്ചൊന്നും കൂടെ ചെയ്തു നോക്കി. നമ്മൾ അതിനു മുമ്പ് ഒരു ട്രിപ്പ് നമ്മൾ ഇവിടെ എത്തിയപ്പോഴും നമുക്ക് ഇതേപോലെ മൺസൂണിന് ഒരു സ്റ്റക്ക് കിട്ടി. അപ്പൊ നമ്മൾ എന്നിട്ട് നമുക്കൊരു യാത്ര പോവാം, എല്ലാവരെയും നമ്മളൊരു വണ്ടി എടുത്ത് മൂന്നാറിൽ പോയി 2 ദിവസം നിന്നു.
അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ട്രാക്ക് ട്രാക്ക് ഒരു പോക്കാണ്. പക്ഷെ ഏറ്റവും ലോങ്സ്റ്റ് ട്രാക്കുമാണ് 6.5 അതെ, അത്രയും 8 മിനിറ്റോളം ഉണ്ട്. 8-9 മിനിറ്റ് 8 മിനിറ്റ് ഉണ്ടല്ലേ. ലെങ്തി ഇൻട്രോ ഉള്ളതും ഇതിലാണല്ലേ? അതെ. അതെ ഒരു ഫസ്റ്റ് വേർഷൻ 10 മിനിറ്റ് സോങ് ആയിരുന്നു. അപ്പം 8 മിനിറ്റ് 54 സെക്കൻഡ്സ്. ഫസ്റ്റ് 3 മിനിറ്റ് ഉള്ള ലീഡ് ആക്ച്വലി ഇവൻ ഒറ്റ ടേക്കില് വായിച്ചൊരു ലീഡാണ്. നമ്മൾ അതിനകത്തൊന്നും മാറ്റിയിട്ടില്ല. ഒരു ജസ്റ്റ് ഒരു ഡ്രമ്മും ഗണേശ് ഡ്രംസിലിരുന്ന് ഒരു ജാം പോലെ പിടിച്ചത്, ഒരു 3 മിനിറ്റ് ജസ്റ്റ് ചുമ്മാ ജാം ചെയ്ത് അതിൽ വന്ന ലീഡ് ഭയങ്കര ഓർഗാനിക് ആയിട്ട് ഉണ്ടായ സാധനം. അങ്ങനെ അതിന്റെ ചുറ്റുമുള്ളത് മാത്രം പണി. നമ്മൾ സാധാരണ ഇരുന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് ഇത് മാറ്റി അത് മാറ്റി, ഇത് പുള്ളി ഇരുന്ന് കറക്ഷനിലേക്കൊന്നും പോകുന്നില്ല. ചെറിയ ഇവൻ പറയാം അവിടെ എന്തെങ്കിലും നടക്കില്ല, ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവും. അതായിരുന്നു എനിക്കൊന്ന് മൺസൂൺ എഴുതിയ സമയത്ത്. കാരണം സമയം ഭയങ്കര ഷോർട്ട് ആയതുകൊണ്ട് നമ്മൾ ഒരാഴ്ച കാണുന്നു, ഒരാഴ്ചയിൽ ഒരു 3 പാട്ടിന്റെ പരിപാടികളൊക്കെ ഒരു തീർത്ത് ക്വാണ്ടിറ്റി കൂട്ടുക എന്നുള്ളൊരു പരിപാടിയും കൂടി ഉണ്ടല്ലോ. ഇത് ഫിനിഷ് ഇത്ര കാലായി, അതാണ് ഡിസ്കഷൻ. പക്ഷെ ആ മൺസൂൺ നമ്മൾ ആ ഒരു മാസത്തിനോടടുത്ത് നമ്മള് ഒറ്റ സോങ്ങിലാണ് ഫോക്കസ് ചെയ്തത്. പക്ഷെ ആ സോങ് ഇവന്റെ ആ ഒരു ഫസ്റ്റ് 3 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ ഈ സോങ് എന്നുള്ളതിലുപരി മൊത്തത്തിൽ നമ്മൾ വല്ലാണ്ട് മ്യൂസിക്കലി ഭയങ്കര ഇൻസ്പയർഡ് ആയി. മൺസൂണിന് ശേഷമായിരുന്നു പരിപാടികൾ മൊത്തത്തിൽ അങ്ങോട്ട് സ്പീഡായി. എന്തോ അതായത് ഒരു തലത്തിലേക്ക് നമ്മൾ എത്തി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു അവസ്ഥയായിരുന്നു ആ മ്യൂസിക്. കേൾക്കുന്നവർക്ക് ഇത് എത്രത്തോളം എന്താന്നറിയില്ല, നമ്മളെല്ലാരെയും ഒരു മ്യൂസിക്കൽ സൈഡ് ഭയങ്കര എക്സ്പ്ലോർ ചെയ്ത പോലെ തോന്നി മൺസൂണിൽ. ബാക്കി എല്ലാത്തിലും ഒരു മെറ്റൽ ഒരു ജോണർ സ്റ്റിക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ നമ്മൾ കുറച്ചും കൂടെ നമുക്ക് മ്യൂസിക്കലി ഇതെങ്ങനെയാണ് ആൾക്കാർക്ക് ഒരു നമുക്ക് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുക. എനിക്കപ്പോ മൺസൂൺ കേൾക്കുമ്പോൾ ചെറിയ ഗൂസ്പംസ് അടിക്കാറുണ്ട്. കാരണം നമ്മളെ ട്രാക്കാണ്, എന്നാലും ചില ഏരിയ ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണൽ ആവുന്ന അങ്ങനത്തെ ഏരിയ ഒക്കെ ഉണ്ട് മൺസൂണിൽ. അപ്പം അത്രയും കണക്ട് ട്രാക്ക് എനിക്കില്ല വേറെ ആൽബത്തില്. ഭയങ്കര ഇത് വേറെ ഇന്റർവ്യൂസിലും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഒരു പേഴ്സണൽ ഫേവറേറ്റ് കോമൺ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുള്ളതാണ്. ജനറലി നമ്മൾ ഈ ഡെത്ത് ബാൻഡ് ഒക്കെ 2.5 മിനിറ്റ് 3 മിനിറ്റ് അതായിരുന്നല്ലോ നമ്മളെ. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഈ ഒരു 9 മിനിറ്റിലേക്കുള്ള ഒരു ജേർണി അത്ര എളുപ്പമായിരുന്നില്ല. ഒരു മൊത്തം. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ ട്രാവലിലേക്ക് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തി, നിങ്ങൾ ഓർഗാനിക് ആയിട്ട് എത്തുന്നു എന്നുള്ളതുണ്ട്. ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പൊ ഈ നിങ്ങൾ പറയുന്ന ഈ ഗ്യാപ്പ് വന്ന 10 വർഷത്തിൽ കൂടുതൽ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ തുടർച്ചയായിട്ട് ലൈവ് പെർഫോമൻസ് ഉണ്ട്, ബാക്ക് ടു ബാക്ക് അല്ലെങ്കിലും നിങ്ങളുടെ ഇടയ്ക്കിടെ ലൈവ് പെർഫോമൻസ് ഉണ്ട്. അവിടെയും നിങ്ങൾക്ക് ഇനി പുതിയത് ഉണ്ടാക്കണം, പുതിയത് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് വരുവാണോ അവിടെ? പക്ഷെ ഞാൻ ഇപ്പം ഇന്ത്യയിൽ കാണുമ്പോഴും ഞാൻ മുൻസിനെ ആദ്യമായിട്ട് കാണുന്ന നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ ഇതിന്റെ പെർഫോമൻസിന് ഇടയിൽ വെച്ചിട്ടാണ്. പക്ഷെ നിങ്ങളുടെ ഒരു ഹൈ വോളിയം ഹൈ എനർജി ഇതിൽ തന്നെയാണല്ലോ ഇവിടെ എല്ലാം ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ ഒരു പുതിയതായിട്ട് നിങ്ങളൊരു ക്രിയേഷൻ ഉണ്ടാവുന്നതിന് ഡിലേ വരുമ്പോഴും നിങ്ങളുടെ ഈ പെർഫോമൻസിൽ നിങ്ങളുടെ ട്രാക്ക് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുന്നതിൽ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സങ്കടമോ പ്രശ്നം ഉണ്ടാവുക? പലർക്കും പല രീതിയിൽ. സുഷിനെ സംബന്ധിച്ചിടത്തോളം മടുത്ത് അവന്. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ശിവ ഭയങ്കര ഹിറ്റായ ഒരു സോങ് ആണ്, നാഗവല്ലിയാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ AV അല്ലെങ്കിൽ ഓർഡിനാവിസ് അങ്ങനെയാണെങ്കിൽ ഒരു ട്രാക്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. പഴയ ആൾക്കാർ വിളിച്ചോളൂ ശിവ വേറൊന്നും വായിക്കാനില്ലടേ അങ്ങനെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. നമുക്ക് ഡൗട്ടാണ് വരുൺ ഇത് വായിച്ച് മടുക്കുന്നുണ്ടോ? വരുൺ നാഗവല്ലി ഒരു സമയത്ത് എനിക്കിത് വായിക്കാൻ പറ്റുന്നില്ല, പേഴ്സണലി ഭയങ്കര പ്രശ്നങ്ങളൊക്കെ. അങ്ങനെ ഒരു പുതിയ പാട്ട് വായിക്കണം, ലൈവിൽ വായിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കോലം എന്ന് പറഞ്ഞ ഒരു സോങ് നമ്മൾ പുതിയ ആൽബത്തിലേക്ക് വേണ്ടി ചെയ്തിരുന്നു. അത് കുറച്ച് ഏർലി ആയിട്ട് തന്നെ നമ്മൾ ലൈവ് പ്ലേ ചെയ്ത് തുടങ്ങി. അപ്പൊ അവിടെ നമ്മളെല്ലാരും ഇൻട്രസ്റ്റഡ് ആയി, പുതിയൊരു സോങ് വായിക്കാനുണ്ടല്ലോ. പിന്നെ നമ്മള് 7 എന്ന് പറഞ്ഞൊരു സോങ്, അന്ന് നമ്മൾ അതിന്റെ സം ട്രാക്ക് ആണ് വിളിച്ചോണ്ട്. അതൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇത് എക്സ്പെരിമെന്റ് ചെയ്യും, വായിച്ചു നോക്കി എങ്ങനെയാണ്. എജ്ജാദിയൊക്കെ നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇതൊക്കെ കിട്ടുന്ന സമയത്ത് അപ്പൊ നമുക്കറിയാം 3 പാട്ട് ഇനി ഒരു 7 പാട്ടും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് we will have a good problem to have. അതായത് 2 ആൽബം ഉണ്ട്, അതിന്റെ ഏത് സോങ് പ്ലേ ചെയ്യണം പ്രശ്നം. ആ പ്രശ്നത്തിലേക്ക് എത്തണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം. ഇപ്പൊ now we are thinking about our set list. ഇപ്പൊ നമ്മൾ ലൈവ് ചെയ്യാൻ പോകുമ്പോൾ എന്താണ് സെറ്റ് ലിസ്റ്റ്? അപ്പൊ നമ്മളിങ്ങനെ ഇത് വായിക്കണോ നിങ്ങളുടെ ഒരു മിക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് നിങ്ങളുടെ തന്നെ പോപ്പുലർ ആയ നിങ്ങളുടെ ഹാർഡ് കോർ ഫാൻസിന് വേണ്ടതും ഉണ്ടാവും, നിങ്ങളുടെ പുതിയ ലിസ്റ്റും ഉണ്ടാവും. ഇതില് ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു ലൈവ് പെർഫോമൻസ് വരുമ്പം ഇപ്പൊ ഞാനത് കണ്ടതുകൊണ്ട് പറയാണ്, ഇപ്പം ഈ നിങ്ങളുടെ ഗ്രൗളിംഗ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പെർഫോമൻസിൽ ഈ ഒരു ഹൈ വോളിയം എനർജി കീപ്പ് ചെയ്യാന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ? മെറ്റലിന് അതിന്റെ സെറ്റിങ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.
ഇപ്പൊ നമ്മളൊരു ലൈവ് വായിക്കുന്നതിന് മുമ്പ് നമ്മളൊരു ഇൻട്രോ ഒക്കെ വെച്ചിട്ടായിരിക്കും അതെ. നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയറും പരിപാടിയും അവിടെ ഉണ്ടാവുന്ന ഒരു ബ്രദർഹുഡും പിന്നെ ഈ ക്രൗഡുമായിട്ടുള്ള ക്രൗഡ് അല്ലെ ക്ലോസർ ഭയങ്കര. പിന്നെ ഞാൻ പൊതുവെ ഒരു എന്താ പറയണ്ട ഒരു ചിൽ മോഡിലുള്ള ഒരു എല്ലാവരും ബാൻഡിലുള്ള എല്ലാവരും ഒരു ചിൽ മോഡിൽ. അപ്പൊ എനിക്ക് എപ്പോഴും ഈ സ്റ്റേജിൽ കയറിയിട്ട് സ്വിച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഫേസ് പെയിന്റിലേക്കൊക്കെ പോയത്. ഫേസ് പെയിന്റ് ഓൾസോ ഈ ഇൻട്രോ വരികയും നമ്മൾ ആ ഫേസ് പെയിന്റ് നമ്മൾ വേറൊരു ക്യാരക്ടറായിട്ട് മാറുന്ന പോലെയൊക്കെയാണ്. ഇതിന്റെ റിഫും ഡ്രംസും പരിപാടിയെല്ലാം വരുമ്പോൾ നമ്മുടെ സ്റ്റേജിൽ വേറെ തന്നെ ഒരു ഹൈ ആണ്. അപ്പൊ ആ സമയത്ത് ആ ഒരു സെറ്റിങ്സും ആ ഒരു പരിപാടി എല്ലാം കൂടി വേറെ തന്നെ ഒരു ഹൈ ലെവലാണ്. അറ്റ്മോസ്ഫിയർ മാറ്റി പിടിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ മെറ്റൽ ഈസ് നോട്ട് ജസ്റ്റ് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് പിച്ചിൽ വായിക്കുക അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡിലുള്ള അതേ സാധനം തന്നെ വായിക്കുക, അതല്ല. ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു എനർജി കൈമാറ്റമാണ് മെറ്റലിന്റെ ആ ഇംപെർഫെക്ഷൻ ആയിട്ടുള്ള പരിപാടികളും ഈ അലർച്ചകളും അതിന്റെ ഇടയിൽ ഈ തൊണ്ട പോയി വെള്ളി വരുന്നതും പിന്നെ വായിക്കുമ്പോൾ തെറ്റുന്നതും എല്ലാം കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണ് മെറ്റൽ. അതൊരു കൾച്ചർ തന്നെയാണല്ലോ. അപ്പൊ അത് വേറെ തന്നെ ഒരു സുഖമുള്ള ഒരു പരിപാടിയാണ് സ്റ്റേജിൽ കയറുന്നത്. ഈ ഇതില് ഇപ്പം നിങ്ങളുടെ തന്നെ ഇത് 2-3 ലെയറിലാണല്ലോ നിങ്ങൾ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ റെക്കോർഡിംഗ് ഉണ്ട്, അതിന്റെ ഒരു വിഷ്വലൈസിങ് പാർട്ട് ഉണ്ട്, ലൈവ് പെർഫോമൻസ് ഉണ്ട്. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇത് 3 ആയിട്ടാണല്ലോ. മാർക്കറ്റിംഗ് ഉണ്ട്. ഇപ്പോ നിങ്ങളുടെ കാര്യത്തിൽ തന്നെ ഇപ്പം റെക്സ് പിന്നെ മാസ്റ്ററിങ് ചെയ്യുന്നുണ്ട്, പിന്നെ ശിവയുടെ കാര്യത്തിൽ കേശവ് ദർ വരുന്ന, ഞാൻ അതിന്റെ ഇനീഷ്യൽ വീഡിയോ അതായത് ഒരു ടെസ്റ്റിമോണിയൽ പോലെ നിങ്ങൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നത്, അതായത് നിങ്ങളിൽ ഭയങ്കര പ്രതീക്ഷ അർപ്പിച്ച് ഭയങ്കര ഹോപ്പ്ഫുള്ളി ഇവര് വലിയ അച്ചീവ് ചെയ്യും അല്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര ക്ലാരിറ്റി ഉണ്ടെന്ന് പറയുന്ന ഇനീഷ്യൽ വീഡിയോ ഉണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം ഒരു ഔട്ട്സോഴ്സ് ചെയ്യാണ്, ഒരു പ്രൊഫഷണൽ വന്ന് നിങ്ങൾ ട്രീറ്റ് ചെയ്തിട്ട് അതിനൊരു സിസ്റ്റം ഉണ്ടാക്കുകയാണ്. ശരിക്കും അങ്ങനെ ഒരു മൊമെന്റ് ഇപ്പൊ കേശവദറിന്റെ നിങ്ങളുടെ ലേറ്റസ്റ്റ് വീഡിയോയിൽ പോലും സെയിം കൊളാബറേഷൻ ആണ്. നിങ്ങൾ ഒരു ടീമായി നിൽക്കുന്ന പോലെ തന്നെയാണ് നിങ്ങൾ ഇനീഷ്യലി മ്യൂസിക് പ്രൊഡ്യൂസർ ആയിട്ട് വന്ന അതേ ആള് നിങ്ങൾ ലേറ്റർ ഓൺ നിങ്ങളുടെ ഈ ഒരു 10 വർഷത്തിന് ശേഷമുള്ള ഒരു പ്ലാനിൽ വരുമ്പോഴും അതേ ആള് തന്നെ വരുന്നു. ഈ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു പ്രൊഡക്ഷൻ? ആള് സെയിം ആണെങ്കിലും പുള്ളിക്കാരന്റെ ലെവലും പരിപാടിയൊക്കെ മാറി. ഇപ്പൊ കേശവും വേറൊരു വലിയ തലത്തിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ തുടക്കം മുതൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഡെത്ത് വാനിറ്റി ആ സമയത്ത് എനിക്ക് തോന്നുന്നത് റെക്കോർഡെല്ലാം ചെയ്യാൻ വേണ്ടിട്ട് ഒരു 7000 രൂപ വേണം. ഈ 7000 രൂപ പിന്നെ വരും വീട്ടിൽ നിന്ന് കുറച്ച് മേടിക്കുന്നു, ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് മേടിക്കുന്നു, പിന്നെ നമ്മുടെ പഴയ മാനേജറിന് എല്ലായിട്ടും കുറച്ച് പൈസ ആയിരുന്നു. ഇതൊക്കെ ഒപ്പിച്ചിട്ട് ആ സമയത്ത് റെക്കോർഡ് ചെയ്യാൻ അത്ര പൈസ ഒന്നും വേണ്ട. കണ്ണൂര് നമുക്ക് വേണമെങ്കിൽ ഒരു സാധാരണ ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിലാണ് പോയിട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ ഇത് എങ്ങനെയെങ്കിലും ഒരു പോളിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കണം എന്നുള്ള ഒരു സാധനം എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കണ്ണൂരിൽ നിന്ന് നമ്മൾ ഇതൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ കൊച്ചിയിൽ ഒരു സ്റ്റുഡിയോ ഉണ്ട്, എവർഗ്രീൻ എന്ന് പറയുന്ന ഒരു ബാൻഡ് ഉണ്ട്, അതിൽ സുനിൽ സിൽവസ്റ്റർ എന്ന് പറയുന്ന ഒരു ഗിറ്റാറിസ്റ്റ് ഉണ്ട്. പുള്ളിക്കാരൻ കൈവച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഗംഭീരമായിരിക്കും പുള്ളിക്കാരൻ. അങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഡെത്ത് വാനിറ്റി കഴിഞ്ഞിട്ട് പിന്നെ ശിവ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ കേരളത്തിൽ പ്രൊഡക്ഷൻ മാസ്റ്റർ എന്ന് പറയുന്നത് പിന്നെ റെക്സേട്ടനാണ്. ഞാൻ റെക്സേട്ടൻ്റെ അടുത്തേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊരു ആൽബമായിട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ തന്നെ ഒരു ബെസ്റ്റ് സൗണ്ടിങ് നമുക്ക് വേണമെന്നുള്ള ഒരു ഇതിലേക്ക് പോകുന്നു. ആ സമയത്ത് നോക്കുമ്പോൾ സ്കൈ ഹാർബർ ആണ് അതിന്റെ മനുഷ്യൻ, അതിന്റെ പിന്നിലുള്ളത് കേശവ്ദാർ ആണ്. കേശവ്ദാർ പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞപ്പോൾ പിന്നെ കേശവ്ദാറിന്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെയായിരുന്നു അതിന്റെ ഒരു ജേണി. എപ്പോഴും ഒരു ലെവൽ കയറ്റി കൊണ്ടുവരിക എന്നുള്ളത്. ഈ സമയത്ത് ഈ 2025 നമ്മൾ ആൽബം ചെയ്യുന്ന സമയത്ത് ഇവർക്കെല്ലാം സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ട്. സുഷിന്റെ സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ട്, വരുണ്ട് ബാംഗ്ലൂരിൽ അവന്റെ തന്നെ ഒരു സ്കൂളുണ്ട്, അതിന്റെ ഭാഗമായിട്ട് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ ഉണ്ട്. ബിച്ചുവിന് സ്വന്തമായിട്ട് സ്പേസ് ഉണ്ട്. എല്ലാം എനിക്കിപ്പം റെക്കോർഡിംഗ് പരിപാടി. അപ്പൊ സ്റ്റുഡിയോ ഒക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. അപ്പൊ അത്യാവശ്യം ക്യാപ്ചറിങ്ങും പരിപാടിയും പണ്ട് നമുക്ക് ഇൻസ്ട്രുമെന്റ്സും മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ സൗണ്ട് കാർഡോ പരിപാടിയോ ഒന്നും ഭയങ്കര ടെക്നിക്കലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ നമ്മുടെ കയ്യിൽ. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ കേശവന്റെ കയ്യിൽ നിന്ന് നമുക്ക് വേണ്ടത്, പണ്ട് കേശവനെ നമ്മൾ വിളിക്കുന്നത് കേശവന്റെ സൗണ്ട് കാർഡിൽ കുത്തി വായിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. ഇപ്പൊ അതൊന്നും വേണ്ട. പക്ഷെ ഇപ്പൊ നമ്മൾ കേശവനെ വിളിക്കുന്നത് പുള്ളിക്കാരന്റെ ആ ഒരു നോളജും പുള്ളിക്കാരൻ നമ്മൾ മനസ്സിലാക്കാൻ പുള്ളിക്കാരൻ കുറച്ചും കൂടി എളുപ്പമാണ്. മൺസൂണിൻ കണ്ണൂരിന്റെ 16ാമത്തെ മിക്സ് ആണ് ഇപ്പൊ നമ്മളിപ്പോ മ്യൂസിക്കിന് കൊടുത്തേക്കുന്നത്. 16 മിക്സ് പുള്ളിക്കാരൻ ഒരു കുഴപ്പമില്ലാതെ നമ്മള് ഇവരൊക്കെ ഭയങ്കര മൈന്യൂട്ടാണ്, ടെക്നിക്കലാണ്. അപ്പൊ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ക്ഷമയോടെ ചെയ്യാൻ പുള്ളിക്കാരനെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ പുള്ളിക്കാരന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആണ് കേശവന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഇതില് ഇപ്പൊ സുഷിനാണെങ്കിലും ഈ പറയുന്ന ഫിലിമിന് വേണ്ടിയിട്ടുള്ള അതിന്റെ ജോണർ ആവശ്യപ്പെടുന്ന അതിന്റെ തീം, സബ്ജക്ട്, ഇമോഷൻസ് ഒക്കെ ആവശ്യപ്പെടുന്ന രീതിയിൽ ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ നടത്തുന്നു. ഇപ്പോഴത്തെ ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്, ഇൻഡിപെൻഡൻസി ആണ്. അതിൽ മെറ്റൽ എന്ന് പറയുന്ന നിങ്ങൾ ഈ ചെറുപ്രായം മുതൽ തന്നെ ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ ഒരു പാഷൻ പ്രൊജക്ട് പോലുള്ള സംഗതിയാണ്. അവിടുത്തെ ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ, അതിന്റെ ഒരു ഹാപ്പിനെസ് ലൈവിന്റെ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പൊ ലൈവിലാണെങ്കിലും നിങ്ങൾ ഒരു പെർഫോം ചെയ്യാണ്. അവിടെ പെർഫോമൻസ് നിങ്ങൾ കംപ്ലീറ്റ്ലി
നിങ്ങളുടെ ഒരു വേറെ തന്നെ സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. എന്താണ് ആ ഒരു ഡിഫറൻസും ഇവിടെ കിട്ടുന്ന ഒരു ഹൈ എന്താ ഈ metal. പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ പ്രൊഡക്ഷന്റെ എന്താ ഹൈ കിട്ടുന്ന എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ മെറ്റൽ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ സിനിമയിലാണെങ്കിലും ഏറ്റവും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഏരിയ മെറ്റലാണ്. കൂടുതലും ഇലക്ട്രോണിക്കും അങ്ങനത്തെ ഒരു ഓർക്കസ്ട്രൽ ആ സ്പേസിലാണല്ലോ. അതിനെനിക്ക് ഭയങ്കര ഒരു ഉറപ്പുണ്ട് എനിക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നു. സത്യം പറഞ്ഞാൽ മെറ്റൽ എനിക്കിപ്പോഴും ഇതെങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് വരും. ഞാൻ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കേശവനടുത്ത് സംസാരിച്ചപ്പോഴും ഇതേ സാധനമായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഇല്ല. അല്ലെങ്കിൽ ആദ്യം നമ്മൾ വിചാരിച്ചു നമുക്ക് TDT തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം, നമ്മളെന്തായാലും ഇത്ര വരെ എത്തിയില്ല, നമുക്ക് തന്നെ ചെയ്യാന്ന്. പക്ഷെ ലാസ്റ്റ് ആയപ്പോ കേശവ തന്നെ വരണം, എന്നാലേ ശരിയാവും എന്നുള്ള നമ്മൾ അതിന്റെ മുമ്പ് വരെയുള്ള ഈ പ്രാവശ്യം നമ്മൾ കൂടുതലും പ്രൊഡക്ഷൻ കൂടുതലും നമ്മൾ തന്നെ ചെയ്തത്. കേശവ് മിക്സിംഗ് ആണ് പിടിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം കേശവ് പ്രൊഡക്ഷൻ കൂടെ ചെയ്തായിരുന്നു. അതായത് അതിന്റെ ഡ്രം ടോൺ ആണെങ്കിലും എല്ലാം. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി ഉള്ള പോലെ ഇരുന്നത്. നമുക്ക് ഇങ്ങനത്തെ സൗണ്ടിലോട്ട് പോയാൽ മതി, ഭയങ്കര പോളിഷ്ഡ് ആവണ്ട. അപ്പൊ കാരണം ഇപ്പത്തെ എല്ലാ മെറ്റൽ സൗണ്ടും ഭയങ്കര പോളിഷ്ഡ് ആയിട്ട് സാധനം. പക്ഷെ എന്റെ അഭിപ്രായം മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ബാൻഡായിട്ട് തീരുമാനിച്ചത് നമുക്ക് ഒരുപാട് പോളിഷ്ഡ് വേണ്ട, നമുക്കൊരു ബേസിക് കുറച്ച് റോ ആയിട്ടും കൂടെ ഇരിക്കണം എന്നുള്ളൊരു കോളിലാണ് ബാൻഡ് എടുത്ത കോൾ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് പക്ഷെ എപ്പോഴും ഒരു തേർഡ് പേഴ്സൺ ഉള്ളത് നല്ലതാന്ന് തോന്നാറുണ്ട്. നമ്മളെല്ലാവരും എപ്പോഴും ഈ പാട്ടിന്റെ ആദ്യം മുതലേ ഉണ്ട്, എൻഡ് വരെ ഉണ്ട്. അപ്പം കേശവ് വന്നിട്ട് ഇത് വേണ്ട നമുക്ക് അത് ട്രൈ ചെയ്യാന്ന് ഒരാൾ പറയുന്നത് എപ്പോഴും നല്ലതാന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, പ്രൊഡക്ഷന്റെ കാര്യത്തില് ഇപ്പൊ നീ ഡയറക്ടേഴ്സിനോടൊക്കെ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഓരോ ഇമോഷൻ ആ സീനിൽ എന്താണ് ശരിക്കും നടക്കുന്നത്, ക്യാരക്ടറിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, പ്രത്യേകിച്ച് ശ്യാമേട്ടനോടെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരന്റെ ഫീലിംഗ് എന്താണ്, പുള്ളിക്കാരന്റെ ട്രിപ്പ് എന്താണ്, അങ്ങനെ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് ആ തീമിലേക്കും മീനിങ്ങിലേക്കെല്ലാം പോയിട്ടാണല്ലോ നീ സാധനം ചെയ്തത്. TDT വരുന്ന സമയത്ത് അത് അങ്ങനെയല്ലല്ലോ. നീ അതിനെ നീ പ്രോപ്പർ സൗണ്ട് ഫോക്കസ് ചെയ്തിട്ടല്ലേ പോകുന്നത്. തീമൊന്നും എനിക്കൊരു വിഷയമല്ലല്ലോ. ഇപ്പൊ മൺസൂണിൽ എന്താ തീം വിഷയമായിട്ടില്ലേ? മൺസൂണിൽ നമ്മളൊരു തീം ബേസ് ആയിട്ടാണല്ലോ പോയത്. ബാക്കിയുള്ള പാട്ടുകളൊന്നും എനിക്ക് മനസ്സിലാവാത്തോണ്ടായിരിക്കും. ആൽബം ഇറങ്ങി ഈ അടുത്ത് ഈ ബാംഗ്ലൂർ എന്തോ 2020 ആ സമയത്ത് എന്തോ ഷോ ചെയ്യുന്ന സമയത്ത് ആരും എന്നോട് എന്തോ ഞാനിങ്ങനെ ലിറിക്സിന്റെ കാര്യമൊക്കെ സംസാരിച്ചോണ്ട് വിവർ സൈഡിൽ നിന്ന് ഇങ്ങനെ ജ്യൂസിനെ കുറിച്ച് അപ്പൊ അത് അങ്ങനെയാണല്ലേ പാടുന്നത്. ഇവരാ അറിയുന്ന ഏരിയ ഇവര് പിടിച്ചോളും, ലിറിക്സ് അറിയുന്നവൻ ലിറിക്സ് പിടിക്കും, ബാക്കിയുള്ള സാധനം. കാരണം മെറ്റലിന്റെ കീബോർഡ് ഒരിക്കലും ഒരു മാച്ച് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പണ്ട് ചിൽഡ്രൻ ഓഫ് ബോർഡം അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു ഡ്രീം തിയേറ്ററിലോട്ട് പോകുന്ന അങ്ങനത്തെ ഒരു ജോണറിൽ ഇത് ഭയങ്കര പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ആൽബമൊക്കെ ആയപ്പോ എനിക്ക് ലീഡ് വായന എനിക്കൊരു വലിയൊരു അതിലൊരു ഹൈ കാണാറില്ല. ഇപ്പൊ ശിവയിലൊക്കെ ഒരു ലീഡൊക്കെ ഉണ്ട്. ഈ സെക്കൻഡ് ആൽബത്തിലോട്ട് എത്തിയപ്പോ എനിക്ക് ലീഡ് വേണ്ട, കാരണം അത് നമ്മുടെ കഴിവ് കാണിക്കൽ പരിപാടി പോലത്തെ ഒരു സാധനമായിട്ട് എന്താണെന്നറിയില്ല. എനിക്ക് ലീഡിന്റെ അടുത്ത് പ്രത്യേകിച്ച് കൂടുതലും ഞാൻ ഈ പ്രാവശ്യം കുറച്ചും കൂടെ ഒരു ഇതിന്റെ ചുറ്റും നിൽക്കുന്ന ഒരു ന്യൂ ജെൻ സാധനത്തിൽ ഓറ ക്രിയേറ്റ് ചെയ്യുക പിടിക്കാന്നുള്ളൊരു സാധനമാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത്. സൗണ്ടും അല്ലെങ്കിൽ അതിന്റെ ഒരു ആംബിയൻസ് സൈഡും അതാണ് ഞാൻ കുറച്ചും കൂടി ഒരു സൗണ്ട് ഡിസൈനർ ആണ് ഇതിന്റെ മോർ ദാൻ മ്യൂസിഷ്യൻ എന്ന് പറയുന്നതിനേക്കാളും. എല്ലാവർക്കും അങ്ങനെ ഒരു വേറൊരു ഓൾട്ടർ സൈഡും കൂടി ഉണ്ട് കേട്ടോ. ഇവനാണ് ബാൻഡിന്റെ മൊത്തം ഫിനാൻസ് പരിപാടി കണക്കപ്പിള്ള, അതായത് കോംപ്ലിക്കേഷൻസ്, നമ്പേഴ്സ്, പ്രോസസ് അങ്ങനെയൊക്കെ വേണ്ട സാഹചര്യത്തിൽ അത് അദ്വൈതാണ്. മാർക്കറ്റിംഗ്, ക്രിയേറ്റീവ്, പോസ്റ്റർ ഡിസൈൻ, പിന്നെ ആൾക്കാരെ കൊണ്ടുവരിക, അവരെ ഇതാക്കുക, അവർക്ക് വേണ്ട റിസോഴ്സസ് ഒപ്പിക്കുക, അതൊക്കെയാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. വരുൺ പ്യൂർലി മ്യൂസിക്കിന്റെ തുടക്കം അവിടെ നിന്നായിരിക്കും. അവന്റെ ഒരു റിഫോ അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ ആയിരിക്കും. അവിടെ വരുമ്പോഴ് കോൺസെപ്റ്റ്, ലിറിക്സ്, പരിപാടി, സംഭവങ്ങളൊക്കെ അവൻ ഏറ്റെടുക്കും. അങ്ങനെ എല്ലാവരും ഇപ്പൊ ഗണേഷ് ആണെങ്കിലും മറ്റേ ആൾക്കാരെ കണക്ട് ചെയ്യുക, പിന്നെ ബാൻഡിന്റെ പോസിബിലിറ്റീസ്, ഫീച്ചറിങ്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഗണേഷ് മാർക്കറ്റിംഗിന്റെ ഭാഗമായി. ഫസ്റ്റ് ആൽബത്തിൽ ഞാൻ കൂടുതൽ ആക്ച്വലി ഞാൻ ഇവരെ ഡ്രമ്മർ ആയിരുന്നു, ആസ് ഇൻ മിഡി ഡ്രമ്മർ. അതായത് കീബോർഡിൽ ജാം ചെയ്യുമ്പോൾ ഡ്രംസ് വെച്ചിട്ട് നമ്മൾ കുറവാ ചെയ്യുന്നത്, കാരണം അത്ര ലൗഡ് ആയിട്ടുള്ള സാധനമൊക്കെ ആയതുകൊണ്ട്. അപ്പൊ കീബോർഡിൽ ഡ്രംസ് വായിക്കലായിരുന്നു എന്റെ മെയിൻ പരിപാടി. കാരണം ഇവർക്ക് ജാം ചെയ്യാൻ ഒരു ബാക്കിംഗ് വേണം. അപ്പൊ ഞാൻ ഡ്രംസ് ഇതിലിങ്ങനെ വായിക്കും. അങ്ങനെ തന്നെ ഡ്രം നമ്മള് റെക്കോർഡ് ചെയ്ത് പാറ്റേൺ റെക്കോർഡ് ചെയ്ത് പോകും മിഡിയിട്ട്. അതായിരുന്നു എന്റെ ആദ്യത്തെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു പേർപ്പസ് എന്താന്നൊക്കെ ഞാൻ എന്നെ തന്നെ ഡൗട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഡ്രമ്മും കൂടെ വായിക്കാനില്ലെങ്കിൽ എനിക്ക് ഞാനെന്ത് വായിക്കും എന്നൊക്കെയുള്ള അങ്ങനെ ഞാൻ ഈ ആംബിയൻ സാധനത്തിലോട്ട് കയറി. ഈ മൺസൂണിൻ കണ്ണൂരിലേക്ക് വരുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ തന്നെ ഫീച്ചർ ചെയ്യപ്പെട്ട നിങ്ങൾ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ഭയങ്കര സ്റ്റൈലൈസ്ഡ് ആയിട്ട് ഇതറിയാലോ, ഇതിനൊരു മെറ്റലിന്റെ ഒരു ട്രൈബ് പോലാണ്, അവിടെ ലൈഫ് സ്റ്റൈൽ ഉണ്ട്. കാരണം അതിന്റെ ഈ
മെറ്റൽ ഹെഡ് ആയിട്ടൊക്കെ വരുന്ന അതിന്റെ ഫാൻസ് പോലും ആ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവരാണ്. ചിലപ്പോൾ ലൈഫ് ടൈം അങ്ങനെ തന്നെ ആയി മാറി അതിൽ നിന്ന് സ്വിച്ച് ചെയ്യാത്ത ആളുകളുണ്ട്. ചിലപ്പോൾ അവർ ഒരു ഷോസിന് പോകുന്നുണ്ടാവില്ല, മ്യൂസിക് കേൾക്കുന്നില്ല, പക്ഷെ ആ ലൈഫ് സ്റ്റൈൽ അങ്ങനെ തന്നെ ആയിരിക്കില്ല. അപ്പൊ നിങ്ങളെ തന്നെ ഫീച്ചർ ചെയ്ത് വന്ന ഒരു ഇനീഷ്യൽ സാധനം ഉണ്ടാവല്ലോ, അത് തന്നെ നിങ്ങൾ ഫൈൻ ട്യൂൺ ചെയ്യുന്നുണ്ട്. ശിവയിലോ അല്ലെങ്കിൽ നിങ്ങൾ വന്ന ഓരോ ഘട്ടത്തിലുള്ള ഫീച്ചർ ചെയ്യുന്ന ലേറ്റർ വരെ നിങ്ങളിപ്പോ മൺസൂണി കണ്ണൂർ ഞാൻ കണ്ടു, അതിൽ നിങ്ങൾ ഫീച്ചർ ചെയ്യപ്പെടുന്ന സമയത്ത് അതിന്റെ ഒരു സംഗതി എന്താ? നിങ്ങളുടെ ഒരു ലൈവ് പെർഫോമൻസ് മാറിയിട്ട് നിങ്ങളുടെ പെർഫോമൻസ് ഡ്രിവൺ കൂടിയാണല്ലോ. അതെ, അതായത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് അസ്. ഇതിനെ ഒരു ആർട്ട് ഫോം ആയിട്ട് കരുതുന്ന സമയത്ത് ആർട്ട് വർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഇമേജറി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഈ സ്റ്റേജിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഈ എക്സ്പ്രഷൻസ് അതിനെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു സാധാരണ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്ന ഒരു അപ്പോൾ ഈ മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇമേജറി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് എന്ത് ഇമേജറി എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. തുടക്കത്തിൽ ഇപ്പം ഞാൻ ആൽബത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പം ഫസ്റ്റ് ആൽബത്തിന്റെ പേര് ഹൗ ആർ യു, വി ആർ ഫൈൻ, താങ്ക് യു എന്നാണ്. അപ്പോൾ അത് ആൾക്കാർക്ക് ആദ്യം ഒരു ജോക്ക് ആയിട്ടൊക്കെയാണ് തോന്നുന്നത്. നമ്മൾ ഉദ്ദേശിച്ചതും അതൊക്കെ തന്നെയാണ്. അതിന് വേറെ അർത്ഥതലങ്ങൾ ഉണ്ടെങ്കിലും ഈ ഭയങ്കര ബ്ലഡ് ഓഫ് ദ സ്കൾ ഓഫ് ദ എന്നൊക്കെ പറയുന്നതിന് എന്തോ ഒരു പേര് ഇനീഷ്യൽ ഇടാൻ ആലോചിക്കാൻ. നമ്മൾ ആൽബത്തിന്റെ പേര് ഇങ്ങനെ ഭയങ്കര ഡിസ്കസ് ചെയ്ത സമയത്താണ് നമുക്ക് ഭയങ്കര സില്ലി ആയിട്ടുള്ള ഒരു സാധനം ഇടാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷെ ആ സമയത്തും സുഷിൻ എന്ന് പറയുന്ന സ്റ്റേജിൽ കയറുന്ന നല്ല പച്ച ടീഷർട്ടെല്ലാം ഇട്ടിട്ട് അത് ഭയങ്കര ഓടായിട്ട് നമുക്ക് ആ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ഇമേജറി, വാട്ട് ഇമേജറി, നമ്മൾ ചെരുപ്പിട്ടിട്ട് മെറ്റൽ വായിക്കും. പിന്നെ ഈ മെറ്റലിലേക്ക് ഫൺ കൊണ്ടുവരുന്നതും പിന്നെ ഈ എല്ലാവരും ഭയങ്കര കളർഫുൾ ആവുന്നതൊക്കെ ഇപ്പം ഭയങ്കര നോർമൽ ആയിട്ട് അത് മാത്രമേ ഉള്ളൂ. So now we are going back and embracing the past. Now we are all like wearing black and everything on stage. അപ്പോൾ എവിടെയൊക്കെ സ്റ്റീരിയോ ടൈപ്പ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ളൊരു ശ്രമം നമ്മൾ മ്യൂസിക്കിലാണെങ്കിലും ഇമേജറിയിലാണെങ്കിലും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പം മ്യൂസിക് വീഡിയോ ചെയ്യുന്ന സമയത്തും ഇപ്പോൾ എജ്ജാദിയിലാണെങ്കിലും ഇപ്പം നമ്മൾ മെറ്റൽ ഹെഡ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കും മനസ്സിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ഫോട്ടോഷൂട്ട് ഇമേജ് ഉണ്ടല്ലോ നമ്മളെ ബന്ധുക്കൾക്കിടയിലൊക്കെ മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗുണ്ടകളാണ്, ഡ്രഗ്സ് ആണ്, മുടി വളർത്തിയിട്ടുള്ള ഇതാണ്. നമ്മളെ പൊതുസ്ഥലത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാലും നമ്മളങ്ങനെ മെറ്റൽ ഹെഡ്സ് ആയിട്ടൊന്നും അങ്ങനെ കാണുന്നു. പക്ഷെ ആ വീഡിയോയിൽ നമ്മൾ വിചാരിച്ചത് ഇങ്ങനെയാണല്ലേ നിങ്ങൾ നമ്മളെ കുറിച്ച് ധരിച്ചേക്കുന്നത്, ഇതാണ് എന്താ നമ്മൾ കൊണ്ട് അങ്ങനെ കാണിക്കുകയായിരുന്നു. ഇപ്പൊ മൺസൂൺ വീഡിയോന്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൽഫ് ക്രിറ്റിസിസം പോലെയാണ് മൺസൂണിനെ നമ്മൾ കാണാൻ ശ്രമിച്ചിട്ടുള്ളത്. അതായത് പരിസ്ഥിതിനെ കുറിച്ചൊരു പാട്ടെഴുതുന്ന സമയത്ത് ഈ AC കാറിൽ പോയി AC റൂമിൽ ഇരുന്ന് പിന്നെ എന്താ പറയുക വിലപിടിപ്പുള്ള മരം കൊത്തി ഉണ്ടാക്കിയ ഗിറ്റാർ എടുത്തിട്ട് പാട്ടുണ്ടാക്കിയിട്ട് പ്രകൃതിനെ കുറിച്ച്. അപ്പൊ അവിടെ തന്നെ ഒരു ഹിപ്പോക്രസി നമുക്ക് ഭയങ്കര ഈ ആൽബത്തിൽ മൊത്തത്തിൽ ആ ഒരു ഹിപ്പോക്രസി നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് അടിച്ചിട്ടുണ്ട്. അതായത് ചില രാഷ്ട്രീയം പറയുന്ന സമയത്ത് താൻ ആരാന്നുള്ളൊരു ചോദ്യം, ഇതൊക്കെ ഇത് ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. നമ്മളെ ഇടയിൽ ഈ കോൺവെർസേഷൻസ് ഉണ്ടാവാറുണ്ട്. നമ്മള് നമ്മൾ ഈ പാട്ടൊക്കെ എഴുതിയിട്ട് നീ അതെല്ലാം ഉപയോഗിക്കുന്നത് നമ്മളെ ഇടയിൽ തന്നെ ഒരു ഐഡിയോളജിക്കൽ കോൺഫ്ലിക്ട് വരാറുണ്ട്. അങ്ങനെയാണ് ആ പാട്ടിലും അത് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. അതെ, എജ്ജാദി ചെയ്ത സമയത്ത് എജ്ജാദിന്റെ അവസാനത്ത് അത് അത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. ആ സോങ്ങിന്റെ ഏറ്റവും അവസാനം ഒരു കാളവണ്ടിയുടെ സൗണ്ട് വന്ന് അതിങ്ങനെ ഒരു ഫെരാറിന്റെ സൗണ്ട് ആയിട്ട് മാറുന്ന ഒരു പരിപാടി ഉണ്ട്. അത് നമ്മൾ ഉദ്ദേശിച്ചത് മറ്റേ അപ്പൊ വിനായകനിലേക്ക് എത്തുകയായിരുന്നു നമ്മള്. അപ്പൊ വില്ലുവണ്ടി, ഫെറാറി അങ്ങനെ ഒരു സാധനത്തിലേക്കാണ്. അതൊരു തവണ മോഹി നമ്മളോട് പറഞ്ഞ സമയത്താണ് എനിക്ക് അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടിയത്. ഇത് ഡൗൺ ട്രോഡൻ, ബീങ് എ ഡൗൺ ട്രോഡൻ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് യുവർ കാസ്റ്റ് ഓർ ക്ലാസ് ഓർ money or anything. There are like a lot of layers more than that എന്ന് പറഞ്ഞ സമയത്താണ് കാരണം വളരെ ബൈനറി ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത് ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള പ്രശ്നം മാത്രമാണ്, പൈസയാണ് എന്നുള്ള ഒരു തരത്തിലേക്കൊക്കെയാണ്. പക്ഷെ പൈസ ഉണ്ടായിട്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. എജ്ജാദിന്റെ ഒരു തുടക്കവും അങ്ങനെയായിരുന്നു. ഈ ജാതി എന്ന് പറയുന്ന സാധനം പൈസ വരുന്നത് കൊണ്ടോ തന്റെ വരി തന്നെ ഉണ്ടല്ലോ. അതെ, അതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. കാശിന് മേലെ ജാതി പറക്കും എന്നാണ് ആ പാട്ടിന് പറഞ്ഞേക്കുന്നത്. സത്യമാണ്. ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ ആണെങ്കിലും നമ്മളിനിയിപ്പോ എന്ത് പൈസ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സുഷിന്റെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ചിട്ട് ജീവിക്കുക, അതിന്റെ മേലെ ഒരു ജാതി ലെയറും കൂടിയുണ്ട്. അത് വെച്ചിട്ടേ നമ്മൾ ആൾക്കാർ ജഡ്ജ് ചെയ്യത്തുള്ളൂ. സോ അതിനി എത്ര ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ മുഖംമൂടി അഴിയുന്ന സ്ഥലമാണ് അതെ കല്യാണം. അത് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ മാട്രിമോണി കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാത്തിന്റെ അടിസ്ഥാനമായിട്ട് ഓട്ടനി ആവശ്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്.
താങ്കളെ കുത്തിയാലും നിങ്ങളെ കുത്തിയാലും ഉം. ഒന്നല്ലേ ചോര. ഒരാണ്. അപ്പൊ നമ്മള് തമ്മിലുള്ള ഒരു വ്യത്യാസം കാരണമാണ് എന്ത് ഒപ്രഷനും വരുന്നത്. നമ്മൾ ആ വ്യത്യാസം നമ്മൾ ചിന്തിക്കും ഞാൻ ഇവനേക്കാളും ഡിഫറെന്റ് ആണ്, അത് ബെറ്റർ ആണ്. അപ്പൊ അതിനെതിരെയുള്ളൊരു ഇതാണ്. കാരണം നമ്മളെല്ലാവരും ഈക്വലി സഫർ ചെയ്യുന്ന, എത്ര മേളിൽ പോയാലും താഴെ പോയാലും സഫറിങ് ആണ്. അതായത് വേറെ രീതി പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു 10 years ബാക്ക് നിങ്ങൾ ഈ കാസ്റ്റിസവും അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഒരു ബൈനറിയിലാണെങ്കിൽ ഇപ്പോൾ ഒരു സെൽഫ് ക്രിറ്റിസിസം നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഒരു സോഷ്യൽ മെസ്സേജ് എന്നുള്ളതിൽ അടുത്ത് ഒരു ക്രിട്ടിക്കൽ അപ്രോച്ചിലേക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു വിഷയം കൊണ്ട് ഇങ്ങനൊരു വിഷയം ഉണ്ടാവുന്നു, അപ്പൊ ആ വിഷയത്തിനെതിരെ സംസാരിച്ച് അതങ്ങ് തീർത്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയി, അതാണ്. പക്ഷെ അതല്ല അതിന്റെ പരിപാടി എന്നുള്ളത്. ഇപ്പൊ ഈ ജാതിയൊക്കെ ഇപ്പം നമ്മളിപ്പം ഒരു ചണ്ടാളനായിട്ട് പൊട്ടൻ തെയ്യം വന്ന് മറ്റേ അതൊക്കെ പറയുന്ന സമയത്ത് ആ കഥയുടെ വേറൊരു തലം ആലോചിക്കുന്നത് നമ്മൾ ഇപ്പോഴാണ്. തുടക്കത്തില് ഈ പൊട്ടൻ തെയ്യത്തിന്റെ കഥ കേട്ട് നമ്മൾ ഭയങ്കര ഇൻസ്പയർഡ് ആയി ശിവ എന്ന് പറയുന്ന ഒരു പാട്ട് ഉണ്ടാക്കുന്നു. അപ്പൊ ഈ അടുത്താണ് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്താണ് നമ്മൾ ആലോചിക്കുന്നത്, അതായത് എന്തുകൊണ്ട് അത് ചണ്ടാളൻ മാത്രം ആയിക്കൂടാ. അത് ചണ്ടാളൻ എന്നുള്ളതിൽ നിന്ന് മാറി, അതായത് ശിവൻ വേഷം മാറി ചണ്ടാളനായി വന്നത് കൊണ്ടാണ് ശങ്കരാചാര്യർ കാലം തൊടുന്നത്. അല്ലാണ്ട് ശരിക്കും ഒരു ചണ്ടാളന്റെ കാലല്ല തൊട്ടത്, ശിവന്റെ കാലാണ് തൊട്ടത്. അപ്പൊ അവിടെയും വേറൊരു ലെയർ ഉണ്ട്. അപ്പൊ ആ കഥ ഒരിക്കലും ചണ്ടാളനായിട്ട് മാത്രം അവിടെ നിൽക്കുന്നില്ല. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടി ഡീപ് ഡൈവ് ചെയ്തിട്ട് നമ്മൾ ആലോചിക്കുന്നത് ഇപ്പോഴാണ്. ലൈവ് പെർഫോമൻസിൽ ഇപ്പം ഈ പറയുന്ന റോക്ക് പോപ്പ് അങ്ങനെ ഒരു കൊളാബറേഷൻസ് ആലോചിക്കുന്ന, അല്ലെങ്കിൽ മറ്റ് ആർട്ടിസ്റ്റുകളെ നിങ്ങൾ കൊളാബറേറ്റ് ചെയ്യുന്നു. ഹനുമാൻ ഗൈനിനൊക്കെ ഫീച്ചർ ചെയ്തത് പോലെ TM കൃഷ്ണ വരികയാണ്. TM കൃഷ്ണയെ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലൊരു സോഷ്യോ പൊളിറ്റിക്കൽ കണക്റ്റഡ് ആണ്. ഒരു മ്യൂസീഷ്യനെയോ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ മാത്രമല്ല. എനിക്ക് ആ ഡിസിഷൻ അത് പ്രസന്റ് ചെയ്യപ്പെട്ടതും നിങ്ങൾ കൊളാബറേറ്റ് ചെയ്തത് എങ്ങനെയാണ്? അത് നമ്മളെപ്പോഴും എല്ലാ സ്ഥലത്തും പറയുന്നത് പോലെ TM കൃഷ്ണമായിട്ടുള്ള ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം വരുന്നത് മ്യൂസിക്കിനേക്കാളും ഉപരി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ആണ്. അപ്പൊ പുള്ളിക്കാരനെ നമ്മൾ കാണുന്നത് ഒരു ഭയങ്കര മെറ്റൽ ഹെഡ് ആയിട്ടാണ്. നമ്മൾ ഈ പാട്ടിലൊക്കെ നമ്മൾ പറയുന്നതൊക്കെ എക്സ്പ്രഷന്റെ കാര്യത്തിലല്ല, പുള്ളിക്കാരൻ ജീവിച്ച് കാണിക്കും. പുള്ളിക്കാരന്റെ ജീവിതം തന്നെ ഒരു ആക്ടിവിസം ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമായിട്ട് നമ്മൾ തോന്നിയത്. മ്യൂസിക് പിന്നെ രണ്ടാമത് വന്നൊരു കാര്യം, മഹാറാണി ചെയ്യുന്ന സമയത്തൊന്നും അങ്ങനെ ഒരു ആലോചനയൊന്നും ഉണ്ടായിരുന്നില്ല. ചെയ്ത് കഴിഞ്ഞ അതിന്റെ അങ്ങനെ ശേഷം പുള്ളിക്കാരനെ വെച്ച് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് അല്ല മഹാറാണി ചെയ്തു. മഹാറാണിയും ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു 2015 മുതലേ നമ്മൾ കമ്പോസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഭയങ്കര ഒരു സ്ലോ ആയിട്ടാണ് ഫസ്റ്റ് ആൽബത്തിന്റെ സക്സസിന്റെ ചൂടില് നമ്മൾ എഴുതിയ ആ സമയത്താണ്. പക്ഷെ അതിനകത്ത് ഇങ്ങനെ ഒരു അവസാനം പിന്നെ ഈ ആൽബത്തിന്റെ ഈ മൺസൂൺ കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു ഫോഴ്സിലാണ് പിന്നെ മഹാറാണി നമ്മൾ റീവിസിറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ ഇവനോട് ഇങ്ങനെ വെറുതെ പറഞ്ഞു, സുഷിനോട് TM കൃഷ്ണ ഇങ്ങനെയുണ്ടോ, ഞാൻ ഇതിന്റെ ഒരു അഭിപ്രായമാണ് ചോദിച്ചാൽ പുള്ളി അപ്പൊ തന്നെ പറഞ്ഞു അത് ഗംഭീരമായിരുന്നു കേട്ടോ, നീ ഒന്നും എക്സ്പ്ലോർ ചെയ്തു. പിന്നെ എല്ലാരോടും ചോദിച്ചപ്പോ എല്ലാരും ഭയങ്കര ഓണായിരുന്നു. കാരണം പുള്ളിക്കാരൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു റെബൽ ആണല്ലോ. പുള്ളിക്കാരനെ എങ്ങനെ അസോസിയേറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു. പിന്നെ പുള്ളിക്കാരനോട് ചോദിക്കുന്ന സമയത്തും ഒരു പ്രതീക്ഷയില്ല പുള്ളിക്കാരൻ യെസ് പറയുന്നുള്ള ഒരു, കാരണം നമുക്ക് അങ്ങനെ പേഴ്സണലായിട്ട് അറിയില്ല പുള്ളിക്കാരനെ. നമ്മൾ ഈ പത്രവാർത്തകളിലൂടെയും വിവാദങ്ങളിലൂടെയും ഒക്കെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ ഒബ്വിയസ്ലി മ്യൂസിക്കിലൂടെയും. അതിന്റെ അപ്പുറം ഒരു പരിചയമില്ല പുള്ളിക്കാരനെ. നമ്മൾ അപ്പുറം ഇമെയിൽ അയച്ച സമയത്ത് തന്നെ പുള്ളിക്കാരൻ പറയുന്നു ഇതാണ് എന്റെ നമ്പർ, വിളിച്ചോളൂ, ഞാനിങ്ങനെ US അതുകൊണ്ട് ഇന്ന സമയത്ത് വിളിച്ചോളൂ. നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്നു, ഭയങ്കര ചിൽ, എന്താ പറയണ്ട, നമ്മളെ പോലൊക്കെ തന്നെ ഭയങ്കര എന്തൊക്കെയാണ് ഇതൊക്കെ. ആദ്യത്തെ ഫോൺ കോളിൽ തന്നെ പുള്ളിക്കാരൻ അവിടെ എന്തൊക്കെയോ ബോയ്ക്കോട്ടിങ്ങും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരൻ പറയും ദീസ് ആർ ലൈക്ക് സം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അങ്ങനെ ഭയങ്കര നോർമലായിട്ട് സംസാരിക്കും. പുള്ളിക്കാരൻ ഒരു നല്ല കോൺവെർസേഷണലിസ്റ്റ് ആണ്. ഇങ്ങനെ കഥ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു ഇവർ രണ്ടുപേരും ഒരു റൂമിലിട്ടാ അപ്പൊ അങ്ങനെ പുള്ളിക്കാരൻ അപ്രോച്ചബിൾ ആണെന്നും മനസ്സിലായപ്പോ തന്നെ പുള്ളിക്ക്. പക്ഷെ ഈ മെറ്റല് പിന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ ജൂഡാസ് പ്രീസ്റ്റും അങ്ങനെയൊക്കെയുള്ള പഴയ സാധനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ മെറ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പരിപാടി എന്താണ്, ഞാൻ എവിടെ പാടണം, എന്ത് പാടണം, വോക്കൽ പാർട്ട് അല്ലേ? അതെ, നമ്മളൊന്നും ഇത് ഇങ്ങനെ ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ എന്താ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം ചെയ്തിട്ടായിരുന്നു. അപ്പൊ എന്റെ കാറ്റലോഗ് എന്നുള്ള ഏതെങ്കിലും ഒരു സാധനം എടുത്തിട്ട് നിങ്ങൾ പറയാം ഏകദേശം ഇതുപോലൊരു സാധനമാണെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നിശ്ചയ ഒരു സാധനം എടുത്ത് പുള്ളിക്കാരനെ തന്നെ ഒരു സാധനം എടുത്തിട്ട് പുള്ളിക്കാരനെ പോയി പുള്ളിക്കാരൻ ഏകദേശം ഒരു പരിപാടി വെച്ചത് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് പിന്നെ പുള്ളിക്കാരൻ പാടി അത് വേറൊരു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു റെൻഡിഷൻ തന്നിട്ട് ആ മക്കളെ ഇത് യൂസ് ചെയ്ത് പുള്ളിക്കാരൻ ടു ബ്ലൂ മൈ മൈൻഡ് ഒരു 8 ഓപ്ഷൻസ്
ആ ഒരു പോർഷനിൽ. പിന്നെ വേറൊരു പോർഷനിൽ ഒരു 10 ഓപ്ഷൻസ് വേറെ. അങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ ഇട്ട് തരുവാണ്. വേറെ വേറെ പുള്ളിക്കാരനൊരു തമിഴ് പോയം കർണാട്ടിക്കില് റെൻഡിഷൻ ചെയ്തിട്ടുള്ള ഒരു സംഭവം, ഒരു ഇംഗ്ലീഷ് പോയം, അങ്ങനെ ഓപ്ഷൻസ് ആയിട്ട് തരുവാണ്. അപ്പൊ അത്രയും സ്റ്റേറ്ററിൽ നിൽക്കുന്ന ഒരു അതൊക്കെ നമ്മൾ റിജക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ അതൊക്കെ എന്റെ കയ്യിലുണ്ട് ഇപ്പോഴും. അപ്പോ അത് പരിപാടി. പിന്നെ അതിന്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ട് ഈ പിന്നെ മെറ്റൽ മ്യൂസിക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അസുരന്മാരുടെ മ്യൂസിക്, അധമ സംഗീതമാണ് നമ്മൾ പാടുന്ന സാധനങ്ങൾ. അപ്പൊ അതിൻ്റെ അകത്ത് ഈ കർണാട്ടിക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഓറ ഉള്ള ഒരു സാധനം, പിന്നെ ഈ മെറ്റൽ മ്യൂസിക്, അതിന്റെ ഒരു കോമ്പിനേഷൻ ഭയങ്കര. അത് നമുക്ക് പണ്ടേ അറിയായിരുന്നു. കാരണം ഫസ്റ്റ് ആൽബത്തിൽ നമ്മൾ ബൈജു ധർമ്മജനെ നമ്മൾ ഫീച്ചർ ചെയ്യുന്ന സമയത്ത് പുള്ളിയും കർണാട്ടിക് ആണല്ലോ വായിക്കും. പിന്നെ വരുണും കുറെ ഒരു കർണാട്ടിക് ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പൊ അറിയാം മെറ്റലും കർണാട്ടിക്കും വന്നു കഴിഞ്ഞാൽ രസമായിരിക്കും, അത് ടേസ്റ്റ്ഫുള്ളി ചെയ്ത് കഴിഞ്ഞാൽ രസമായിരിക്കും. നമ്മുടെ മ്യൂസിക്കിലും ഒരു കർണാട്ടിക് ഇൻഫ്ലുവൻസ്, കർണാട്ടിക് ബൈ ഇറ്റ്സെൽഫ് ഭയങ്കര റിത്മിക് ചോപ്പി സാധനമാണ്. അത് മെറ്റലും ആ ഒരു റിതമിക് ഓറിയന്റഡ് ഒരു സംഭവമാണ്. അപ്പൊ അത് ഭയങ്കര ഒരു സീംലെസ് ട്രാൻസിഷൻ ആണ് രണ്ടും തമ്മിലുള്ളത്. സംഹൗ ഇറ്റ് വർക്ക്ഡ് ഔട്ട്. നമ്മുടെ ലിസണിംഗ് പാർട്ടിക്കൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് പുള്ളിക്കാരൻ ചെന്നൈയിൽ വന്നു. പക്ഷെ ഭയങ്കരമായിട്ട് അതാണ് നമ്മുടെ ഏറ്റവും ഇത് ഒട്ടും കഷ്ടപ്പാടില്ലാണ്ട് ഇത് കൊണ്ടുപോവാന്ന് പറയുന്നതാണ്. പുള്ളി ഷൂട്ടിന് വന്നിട്ട് അത് അവിടെ മറ്റേ സ്മോക്ക് അടിയും പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര കൺവീനിയൻസ് ആയിരുന്നു. എനിക്കത് കൊതുക് അവനെ കൊല്ലുന്ന സാധനം അടിച്ചോണ്ടിരുന്നു പോകൊക്കെ വേണ്ടി. കാരണം വലിയൊരു ഏരിയ. നമ്മളിത് നോട്ട് ചെയ്തു, ഈ കൊതുകിനെ പുകക്കാനുള്ള സംഭവം വെച്ച് ഇവര് സ്മോക്ക് ചെയ്യുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ സ്മോക്ക് അടിക്കുന്നത്. സാർ യു ആർ ഓക്കെ, ഐ ആം ഫൈൻ ഓവർ ഹിയർ. പുള്ളിക്കാരൻ ഭയങ്കര ചില്ലായിരുന്നു. അവിടെ നിന്ന് ഭയങ്കര കംഫർട്ടബിൾ. ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞു കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടാവും, പക്ഷെ ചെറിയൊരു ആഫ്റ്റർ പാർട്ടി പോലെ നമ്മളൊരു പരിപാടി പിടിക്കുന്നുണ്ട്, അപ്പം ചെറിയൊരു മദ്യപാനൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഐ എം ഫൈൻ എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ വരുന്നു, നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. നമ്മളെക്കാളും അലമ്പായിട്ട് അവിടെ നമ്മുടെ കൂടെ നെയ്ബേഴ്സ് കംപ്ലൈന്റ് ചെയ്യുന്നു, നോയ്സ്. പുള്ളിക്കാരന്റെ കുറെ കഥകളൊക്കെ പറയുന്നു. ബട്ട് ഇറ്റ് വാസ് അമേസിംഗ്. ഇതിന്റെ ഒരു എന്റെ എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ ഒരു അൾട്ടിമേറ്റ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ കൂടെ ലൈവ് വായിക്കുക എന്നുള്ളതാണ്. വി ആർ പ്ലാനിങ് സംതിങ്. ആൽബം അതെ, നമ്മൾ ലൈവ് വായിക്കുന്ന സമയത്ത് വി ഷുഡ് ഡെഫിനറ്റ്ലി ഡു ലിസണിംഗ് പാർട്ടി ഓൾസോ ഹി കെയിം. അവിടെ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പറ്റി. സോ ഡൂയിങ് എ ഷോ വിത്ത് ഹിം വിൽ ബി ദ പെർഫെക്ഷൻ. സോ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. എന്താണ് TDTയുടെ ഫ്യൂച്ചർ കാണുന്നത്? നമ്മളിപ്പോ ഒരു 10 വർഷത്തിന് ശേഷമാണ് സംസാരിക്കുമെങ്കിൽ അന്ന് എത്തിച്ചേരേണ്ട ഒരു ദൂരം എന്തായാലും TDT മുന്നിലല്ല. നിങ്ങൾ ആ 20 വയസ്സുകാരല്ല, നിങ്ങൾ കുറച്ചുകൂടി പ്ലാൻ ആയിട്ടുള്ള കുറച്ച് ക്ലാരിറ്റി ഉള്ള ആളുകളാണ്. എനിക്കറിയില്ല, എനിക്ക് സത്യം പറഞ്ഞ ഫസ്റ്റ് ആൽബം കഴിഞ്ഞപ്പോ TDT കുറച്ചും കൂടെ ഒരു മോളിലോട്ട് ഒരു ലെവലിലോട്ട് ലോ ലെവൽ കുറച്ചും കൂടെ ഒരു ഇത്തിരി കൂടെ ഇന്റർനാഷണൽ എക്സ്പ്ലോർ ചെയ്യായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അധികം നമുക്ക് ഇന്റർനാഷണൽ അധികം ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ എപ്പോഴും ഈ ഒരു ഇന്ത്യക്കകത്ത് ഇങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നി. എനിക്ക് ആക്ച്വലി സെക്കൻഡ് ആൽബം എങ്കിലും നമുക്കൊരു കുറച്ചും കൂടെ ഇന്റർനാഷണൽ ആക്ട് ചെയ്താൽ കൊള്ളാന്നൊരു ആഗ്രഹമുണ്ട്. അത് ഞാൻ ആഗ്രഹിക്കുന്ന സാധനം. അതെങ്ങനെ എത്തുന്ന അറിയില്ല. ഈ ഫസ്റ്റ് ആൽബം കഴിയുമ്പോൾ സെക്കൻഡ് ആൽബം സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടൊന്നും ഇല്ലായിരുന്നു. അതായത് നമ്മള് സെക്കൻഡ് ആൽബത്തിലോട്ട് എത്തുമെന്ന് അറിയില്ല, കാരണം ബാൻഡാണല്ലോ, ഇത് എപ്പോ വേണമെങ്കിൽ പൊട്ടാം. പക്ഷെ ഇത് നമ്മൾ സെക്കൻഡ് ആൽബത്തിലോട്ട് എത്തി അതേപോലെ പോണ്ട്. ചിലപ്പം പറയില്ല, ഇപ്പോഴും നമ്മൾ പറയണ്ട തേർഡ് ആൽബം എന്തായാലും ഉണ്ടാവില്ല എന്നൊക്കെ പറയണ്ട. പക്ഷെ ചിലപ്പോ പറയാൻ പറ്റില്ല. നമ്മൾ ഇതേപോലെ ഇനിയും ഒരു 10 years പോവാണെങ്കിൽ ചിലപ്പോ തേർഡ് ആൽബം കൂടെ വരുമായിരിക്കും. പക്ഷെ ഇങ്ങനെ ഇതൊരു എന്താണ് മറ്റേ നോൺ പ്രോഫിറ്റ് ഇതിങ്ങനെ മുമ്പോട്ട് പോകുന്നു നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും വേൾഡ് ടൂർ അല്ലേ? ഇപ്പൊ നിങ്ങൾ ഗ്ലോബൽ ആണല്ലോ. പണ്ടത്തെ ഒരു ആഗ്രഹം ഈ ലാംബ് ഓഫ് ഗോഡിന്റെ ചില വീഡിയോ ഒക്കെ ഉണ്ടാവില്ലേ, ബ്ലാക്ക് മറ്റേ ബസ്സില് ബാൻഡ് മാറ്റ്സ് ഇറങ്ങുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒരു റിയാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ നമ്മളിപ്പം നമ്മള് ജീവിതത്തിൽ സുഷിൻ ഇങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ടൊക്കെ നിൽക്കുന്നു, നിശ്ചിപ്പ സിനിമയിൽ വർക്ക് ചെയ്യുന്നു, വരുണിന്റേതായ രീതിയിൽ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും മെറ്റൽ എന്ന് പറയുന്നത് എപ്പോഴും അന്നുണ്ടായ അതേ അവസ്ഥയിൽ തന്നെ അതാണ് കുറച്ചും കൂടി പ്രശ്നം. എനിക്കൊന്ന് 2007 മുതൽ 2013 വരെ ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു എന്ന് തോന്നുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഈ ഇപ്പം തന്നെ മെറ്റൽ കേൾക്കുന്നവർ ഭയങ്കര കുറവാണ്. ജനറലി ഗിറ്റാർ ഡ്രിവൻ മ്യൂസിക് ഭയങ്കര ഒരു ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ചില തിരിച്ചുവരവുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ കൂടി.
അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ 30,000 എക്സ്പോഷറും ഭക്ഷണം ഫ്രീ ഇപ്പോഴും വരുന്നുണ്ട്. അങ്ങനെയാണ്. നിങ്ങളൊന്നും വന്നിട്ടൊന്നും ട്രാവല് തരാം, ഫുഡ് തരാം, സ്റ്റേ തരാം, ഫ്രീ ആയിട്ട് പ്ലേ ചെയ്യൂ എന്നുള്ളൊരു ടൈപ്പ് ഇപ്പോഴും വരുന്നുണ്ട്. അപ്പൊ മെറ്റൽ ഇപ്പോഴും അങ്ങനെ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ ദിസ് വിൽ ബി ഓൾവേസ് എ പാഷൻ പ്രൊജക്ട് ഫോർ ഷുവർ. കീശയിൽ കാശുള്ളിടത്തോളം കാലം നമുക്കിത്, പിന്നെ എനർജി ഉള്ളിടത്തോളം കാലം നമുക്കിത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. മൂന്നാമത്തെ ആൽബം എന്നുള്ളത് എനിക്കും അറിഞ്ഞുകൂടാ. കാരണം ചെറിയ എഫേർട്ട് ആയിരുന്നില്ല സെക്കൻഡ് ആൽബം. ഈ 10 വർഷത്തെ ഒരു വലിയൊരു എഫേർട്ട് ആയിരുന്നു. ഇനി അത്ര എനർജി ഒക്കെ ഉണ്ടോ എന്നുള്ളതും, പിന്നെ ക്രൗഡിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇത്രയും പേഷ്യൻസ് ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു സുഹൃബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം TDTയും പിന്നെ നിലനിൽക്കും. പിന്നെ എന്റെ ഒരു സെൽഫിഷ്നെസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിച്ചു ആയാലും നീ ആയാലും അല്ലെങ്കിൽ ഇപ്പൊ വരുൺ ആയാലും ഇവരൊക്കെ മ്യൂസിക്കിൽ എപ്പോഴും ഭയങ്കര ആക്റ്റീവാണ്. ഇപ്പം ബാൻഡ് ഇല്ലെങ്കിൽ കൂടി അവർ മ്യൂസിക്കിൽ എന്തൊക്കെയോ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള, മ്യൂസിക്കിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ആകെയുള്ള ഒരു മാധ്യമം എന്ന് പറയുന്നത് TDT ആണ്. അത് വിട്ട് കൊടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്തായാലും അത് അങ്ങനെ എനിക്ക് തോന്നുന്നു. എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് വെച്ചാൽ, ഞാന് ഓരോരുത്തരുടെയും ഡിഫറെന്റ് സ്റ്റോറീസ് ആയിരിക്കും. എനിക്ക് ഈ ഓരോ സോങ്സ് എഴുതുമ്പോഴും വ്യക്തമായ കൺവിക്ഷൻ ഉണ്ട്. നമ്മളിത് സ്റ്റേജിൽ പെർഫോം ചെയ്യും, നമ്മൾ ഒരു വേൾഡ് ടൂർ അടിക്കും, പുറത്ത് പെർഫോം ചെയ്യണം എന്നുള്ള ഒരു വ്യക്തമായ കൺവിക്ഷൻ എനിക്കുണ്ട്. അത് നടക്കോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് വെൻ ഐ എം റൈറ്റിംഗ് ദോസ് സോങ്സ് എൻ്റെ മനസ്സിൽ വ്യക്തമായ ധാരണയുണ്ട്. ഇത് നമ്മൾ പുറത്തോട്ട് പോകണം, പെർഫോം ചെയ്യണം, അവിടെയാണ് ഇൻഷാ അല്ലാഹ്. അതാണ് ഈ എഴുത്തിന്റെ ഒക്കെ ഒരു പര്യവസാനം എന്ന് പറയുന്ന ഒരു സംഭവം. സ്റ്റേജ് തട്ടേ കയറി പെർഫോം ചെയ്യാന്നുള്ളതാണ്. അത് നടത്താൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നാണ് എനിക്ക്. നമ്മുടെ അടുത്ത് കുറെ ഫാൻസ് ഒക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഫസ്റ്റ് ആൽബം കേൾക്കുമ്പം ഞാൻ ഭയങ്കര ഡാർക്ക് പീരീഡിൽ കൂടെ പോയി, ദിസ് ഹെൽപ് ദം. അങ്ങനെ കുറച്ച് പേരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് മനുഷ്യരുടെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഈ ഫാൻസിന്റെ ഒരു ദേ ആർ വെരി റിവറ്റഡ്. ടാറ്റു ചെയ്യുന്നു നമ്മുടെ ലോഗോ. അപ്പൊ അതൊക്കെ കാണുമ്പം നിങ്ങൾക്ക് വേണ്ടി ട്രാവൽ ചെയ്ത് എവിടെയാണോ അവിടത്തേക്ക് അവർ എത്തുകയാണല്ലോ. അപ്പൊ ആ ഒരു കാര്യം എന്നെ വല്ലാണ്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വി നീഡ് ടു ഡെലിവർ സംതിങ് ടു ദം എന്നുള്ള ഒരു സംഭവം. നമ്മളിപ്പോ ചില ബാൻഡ്സ് വി ഓൾസോ ലുക്ക് അപ്പ് ടു ടൂൾ പോലത്തെ ബാൻഡ്സ്. അവരും ഒരു 10-13 വർഷം കൂടുമ്പോഴാണ് സാധനം ഇറക്കുന്നത്. പക്ഷെ ഇറക്കുമ്പം അതിലങ്ങ് ലയിച്ചു പോകും. അപ്പം അങ്ങനത്തെ കുറച്ച് നല്ല മ്യൂസിക് എഴുതുക, ഫാൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റും, അത് ലൈഫ് ലോങ് അവരുടെ ഒരു ഇൻസ്പിറേഷൻ, ലൈവ് പെർഫോം ചെയ്യാം. അതാണ് ആർട്ടിസ്റ്റിന്റെ ഒരു പരമമായ എക്സ്പ്രഷൻ. പിന്നെ ഇതിന്റെ മെയിൻ എയിം പൈസ അല്ല പൈസ എന്നുള്ളത്. ഇതിന്റെ എനിക്കൊന്നും ഇത് നീങ്ങി പോവാൻ കാരണം അതാണ്. ആ ഹൈയും തേടിയിട്ടുള്ള ഒരു പോക്കിൽ ചിലപ്പോ നമ്മളൊരു തേർഡ് ആൽബം ഒന്നിന്റെയും പാർട്ടല്ലല്ലോ. ഇത് വേറെ തന്നെ പൈസ ഫോക്കസ്ഡ് ആകുമ്പോഴാണ് ചിലപ്പോ അവിടെ കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും അത് ഇത് ഇങ്ങനെ. അതൊന്നും ഇല്ല. കാരണം നമ്മള് 5 പൈസ നമ്മൾ ഇതുവരെ ഉണ്ടാക്കില്ല. പോയിട്ടൊരു ഗിറ്റാർ സ്ട്രിങ് വാങ്ങിക്കുന്ന പറഞ്ഞിട്ട് ഒരു 1000 രൂപ കൊടുത്ത ഇപ്പോഴും ഈ സെക്കൻഡ് ആൽബത്തിൽ നമ്മളിപ്പോഴും പൈസ നമുക്ക് മതിയാവണ്ടാണ്ട് കൈ നിട്ടോണ്ടിരിക്കുക. കാരണം നമുക്ക് വേറെ വഴിയിൽ ഇത് ഇറക്കിയേ പറ്റൂ എന്നുള്ളൊരു. അപ്പം ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഫ്യൂച്ചറിൽ. ഇപ്പൊ മൻസൂർ എടുത്ത് പറയുകയാണ്, ഇപ്പൊ അതിന്റെ ഒരു വിഷ്വലൈസേഷൻ പാർട്ടിൽ ഇപ്പൊ ഞാൻ നിങ്ങൾ അതിലൊരു എക്സ്പെരിമെന്റൽ ആണോന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ ഒരു കൈവിട്ട് കളി ഉണ്ട്. അപ്പോ എന്തായാലും ഇതൊരു സോഷ്യൽ ടച്ച് പോയിന്റിലേക്കാണ് വരുന്നത്. അവിടെ ഒരു സെൻസർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ അതിന്റെ ഒരു നല്ല ശക്തമായ ആശങ്കയുണ്ട്. എന്താ വെച്ചാൽ നമ്മളിത് ചെയ്തില്ല വേറെ ആരും ഇത് ചെയ്യും. നമുക്കിത് ചെയ്യാനുള്ള എന്തോ ഒരു സാധനം നമുക്ക് തന്നിട്ടുണ്ട്. മെറ്റലാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടല്ലോ അവിടെ. ആ സ്റ്റീരിയോ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്തു മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് പറയാനും ചെയ്യാനുള്ള ഒരു അധികാരം സ്റ്റീരിയോ ടൈപ്പിന്റെ ഭാഗമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. കാരണം മെറ്റൽ ബാൻഡാണ്. സാധാരണ നമ്മളത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷെ ഈ മെറ്റലിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഗ്രൗള് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള പവർഫുൾ ആയിട്ടുള്ള മ്യൂസിക്കാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ അതിന് പവർഫുൾ ആയിട്ടുള്ള വോക്കലും വേണ്ടി വരും. അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ നമ്മൾ പവർഫുൾ ആയിട്ടുള്ള ആശയങ്ങൾ, അതിപ്പോ ചിലപ്പോൾ ലിറിക്സിന്റെ അകത്തായിരിക്കും, ചിലപ്പോൾ വിഷ്വലിന്റെ അകത്തായിരിക്കും. അതെ, അപ്പൊ അത് ഇമ്പാക്ട്ഫുൾ ആയിട്ട് പറയാൻ വേണ്ടി നമുക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയാണ് ഈ മൺസൂണിന്റെ ഐഡിയ നമ്മൾ ആലോചിച്ചത്. ഇപ്പം ഒരു നേച്ചർ എന്നുള്ളൊരു കോൺസെപ്റ്റ് അതില് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലതരത്തിലും ഇത്
ഇതാക്കാം, നമുക്ക് വിലപിക്കാം ഇത് നോക്കി, അയ്യോ നമ്മുടെ ഭൂമി നശിക്കുകയാണല്ലോ, കവിത. അങ്ങനെ പിടിക്കാം. അല്ലെങ്കിൽ ഈ മനുഷ്യന്മാരുടെ പ്രശ്നങ്ങൾ കാരണം ഈ ഭൂമി ഇങ്ങനെ അനുഭവിക്കുകയാണല്ലോ, ഭൂമി നായരെ നമുക്ക് ഇങ്ങനെ പറയാം. പക്ഷെ അതിന് പകരം ഇത് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് ഇങ്ങനെ എന്താ പറയുക, തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടൊരു ഒരു സാധനം ചെയ്യണം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകിൽ ഷോക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു വിഷയം സംസാരിക്കാൻ പറ്റൂ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വിഷ്വൽ വയലൻസ് മോഡിലേക്ക് വന്നത്. പക്ഷെ വെറുതെ ഒരു വയലൻസ് കാണിക്കുക എന്നുള്ളതിലുപരി എന്തുകൊണ്ട് നമ്മളത് കാണിക്കുന്നു എന്നുള്ളൊരു ഇതുണ്ട്. പലർക്കും ഇത് ചിലപ്പം ഒറ്റ കാഴ്ചയിൽ ചിലപ്പോൾ ഇത് മനസ്സിലാവണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ മ്യൂസിക് എഴുതുന്ന സമയത്ത് നമ്മളെ കുറിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ ചെയ്യും. ഈ പറയുന്ന പോലെ നമ്മൾ ഭയങ്കര പരിസ്ഥിതി സംരക്ഷകരൊന്നുമല്ല, പക്ഷെ നമ്മളെ മനസ്സിൽ നമ്മളെന്തോ പ്രകൃതിക്ക് നമ്മൾ പ്ലാസ്റ്റിക് താഴെയിടാറില്ല, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയണ്ടേ കമ്പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെന്തോ വലിയ കാര്യം ചെയ്യുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ പ്രകൃതിനെ കുറിച്ചിട്ടൊരു പാട്ട് എഴുതുമ്പോഴും നമ്മളെന്തോ വേറൊരു തലത്തിലേക്ക് എത്തി എന്നുള്ളൊരു ധാരണ ചിലപ്പോൾ നമുക്കുണ്ടാവും. അതിനെ പൊളിച്ചെഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാരക്ടറിനെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന 2 കപ്പിൾസ്, ദേ ആർ ഹ്യൂമൻസ്, ബേസിക്കലി മനുഷ്യന്മാരാണ്. പിന്നെ കാണിച്ചേക്കുന്നത് പിന്നെ അനാർക്കലിയുടെ ക്യാരക്ടർ, ഷീസ് നേച്ചർ, ഷീസ് ഗായ. പിന്നെ ആ പയ്യനുണ്ട്, പയ്യനാണ് ഏറ്റവും കൂടുതൽ വയലൻസ് അനുഭവിക്കേണ്ടത്. ആ പയ്യൻ ബേസിക്കലി നമ്മളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നേച്ചറിന്റെ പിരി പൊട്ടുന്ന സമയത്ത് അവിടെ പരിസ്ഥിതി സംരക്ഷകരെന്നോ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ഈ രാജ്യമോ ആ രാജ്യമോ ഒന്നുമില്ല. പണി കിട്ടുമ്പോൾ നേച്ചറിന്റെ സൈഡിൽ നിന്ന് എല്ലാവർക്കും പണി കിട്ടുകയാണ്. അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. അപ്പൊ അതാണ് നമ്മൾ കാണിച്ചത്. നമ്മള് ഈ പാട്ട് എഴുതിയത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ താഴെ പ്ലാസ്റ്റിക് ഇടാതിരുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ല. മനുഷ്യരാശിക്ക് മൊത്തം പണി കിട്ടുമ്പോൾ നമുക്കും അതിന്റെ ഭാഗമായിട്ട് പണി കിട്ടും. അതാണ് നമ്മൾ അതിൻ്റെ അകത്ത് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് എത്ര പേർക്ക് അത് കത്തുന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ജാതി പോലുള്ള പാട്ട് ഇറങ്ങിയതിന് ശേഷം ജാതി വാല് ഫേസ്ബുക്കിൽ നിന്ന് ഒഴിവാക്കിയ ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പോ നമ്മുടെ മ്യൂസിക് കൊണ്ട് എന്തെങ്കിലും ഒരു ഇമ്പാക്ട്, സോഷ്യൽ ഇമ്പാക്ട് 10 പേര് ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടാവില്ല, പക്ഷെ ഒരാളെങ്കിലും മാറ്റിയാൽ അങ്ങനെ ചിന്തിച്ചാൽ തന്നെ അതൊരു വിജയമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഈ പാട്ട് കണ്ടിട്ട് നമ്മളൊക്കെ നമ്മുടെ കൺസംഷൻ പാറ്റേൺസും നമ്മൾ ഓവർ കൺസ്യൂം ചെയ്യുന്ന ഒരു ടെൻഡൻസിയും ഗ്രീഡും അതിനെക്കുറിച്ചൊക്കെ ഒരു തരിയെങ്കിലും ഒരു ഇന്റേണൽ ഡയലോഗ് പോയിട്ടുണ്ടെങ്കിൽ അത് സക്സസ് ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് കാണാൻ പറ്റും. ഒരു സ്ലോ മൂവിങ് ട്രെയിൻ ക്രാഷ് പോലെ ഹ്യൂമാനിറ്റി എല്ലാം ഒരു സ്ഥലത്തേക്ക് പോകുന്നത് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നു. പക്ഷെ അതിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഹെൽപ്ലെസ് ഫീലിംഗും എല്ലാവർക്കും ഉണ്ട്. ഇത് ഗവൺമെന്റ്സ് വിചാരിച്ചാലേ ചെയ്യാൻ പറ്റും, കമ്പനീസ് വിചാരിച്ചാലേ ചെയ്യാൻ പറ്റും, നമ്മളെല്ലാവരും വിചാരിച്ചാലേ. അപ്പൊ അതിനെതിരെയുള്ളൊരു നമ്മുടെ ഒരു എക്സ്പ്രഷൻ വേണമെങ്കിൽ പറയാം. ഇപ്പൊ എന്തായാലും ഇപ്പൊ ഈ നിങ്ങളിപ്പം അവിയലും മദർ ജെയിനൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ തുടർച്ചയിൽ വന്നൊരു ജനറേഷനാണ്, കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വെച്ചാൽ, നിങ്ങളുടെ പാരൻസ് കൂടി കൺസിഡർ ഇപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് സീനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു കലോത്സവത്തിന് വിടാം, കോളേജിൽ വിടാം, അതിനപ്പുറത്ത് നിങ്ങൾ ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു തുറസായ ഒരു സപ്പോർട്ട് കിട്ടിയൊരു സംവിധാനമുണ്ട്. ഇപ്പം ഞാനതിൽ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഒരു 2000-നടുത്ത് വേദികളിൽ പെർഫോം ചെയ്ത് ഒരു ഇന്റർനാഷണൽ തന്നെ അച്ചീവ് ചെയ്തിട്ടുള്ള മലയാളത്തിലെ തന്നെ ഒരു പെർഫോമേഴ്സിൽ ഡ്രാമ ആർട്ടിസ്റ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് രജിത മധു. അങ്ങനെ ഒരു സ്പേസിൽ നിന്നാണ് മുൻസ് വരുന്നത്. സുഷിന്യാണെങ്കിൽ അങ്ങനെ ഒരു മ്യൂസിക്കൽ പശ്ചാത്തലമാണ്. ഞാൻ പറഞ്ഞത് ഇത് ഇപ്പൊ ഒരു കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഇതുപോലെ ഒരു ബാൻഡിലേക്ക് പോകണം, ഒരു മെറ്റലിൽ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ നോക്കുന്നത്, ഒരു മെറ്റലിന്റെ സീനിലേക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും വിദേശത്ത് പഠിക്കാൻ വിടാം, അല്ലെങ്കിൽ വേറെ ജോലിക്ക് വിടാം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു വഴിതിരിച്ചുവിടലുണ്ട്. അല്ലെങ്കിൽ സുഷിനെ ഫോളോ ചെയ്തോളൂ, ബാൻഡിന് പകരം ഫിലിം മ്യൂസിക്കിലേക്ക് പോവുക എന്നുള്ള പ്രിഫറൻസ് വരുമല്ലോ, ഒരു ഉറപ്പായ തൊഴിൽ സാധ്യത. നിങ്ങളെല്ലാം പറയുന്നത് നിങ്ങളുടെ ഒരു പാഷൻ ഫ്രൂട്ട് അല്ലെങ്കിൽ പാഷൻ പ്രൊജക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ശരിക്കും അങ്ങനെ ഒരു പാരന്റ് സൈഡിലുള്ള സപ്പോർട്ട് അത് ഭയങ്കര ക്രൂഷ്യൽ ആയിരുന്നു നിങ്ങളുടെ ഈ പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് ട്രാവൽ എന്ന് തോന്നുന്നു, അല്ലേ? ആബ്സല്യൂട്ട്ലി അല്ലേ? കാരണം തീർച്ചയായും ഇപ്പൊ സുഷിന്റെ എനിക്ക് തോന്നുന്നു നമ്മള് വളർന്നു വരുന്ന സമയത്ത് നമ്മൾ ഈ മെറ്റൽ ജാനറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുഭവിച്ചവരാണ് നമ്മുടെ പാരന്റ്സ്. ഇവന്റെ ഫാദർ ആ കാലഘട്ടത്തിൽ ഒരു ഗിറ്റാറിസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇറ്റ് വാസ് നോട്ട് ഈസി. അതിപ്പം വരുണിന്റെ ഫാദറും എന്താ മ്യൂസിക്കിലോട്ടേക്ക് ഭയങ്കര അഭിരുചിയുള്ള ഒരാളാണ്. പുള്ളിക്കാരൻ ഇറ്റ് വാസ് നോട്ട് ഈസി. പുള്ളിക്കാരനൊക്കെ പണ്ട് പാട്ട് കേൾക്കണമെങ്കിൽ എന്താ പറയണ്ടേ, ഏതൊക്കെയോ സ്ഥലത്ത് പോയി റേഡിയോ ചാനലിന്റെ ഏതൊരു സ്ഥലത്ത് വെച്ച് ഇന്ന ഫ്രീക്വൻസിയിൽ വെച്ച് കല്ലിന്റെ മേലൊക്കെ ഇരുന്നിട്ടാണ് പുള്ളിക്കാരൻ പാട്ട് കേട്ടുകൊണ്ടിരുന്നത്.
അപ്പൊ നമ്മുടെ പാരന്റ് ഇപ്പൊ എന്റെ അമ്മയൊക്കെ ആണെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് നാടകത്തിലേക്ക് വരുന്ന ഒരു സ്ത്രീ നാടകത്തിലേക്ക് കടന്നു വരുന്ന സമയത്തുള്ള പല പല പ്രശ്നങ്ങളും നാട്ടുകാരുടെ പ്രശ്നങ്ങളും അപ്പൊ അവർക്കൊക്കെ നമ്മുടെ ഈ ഒരു എന്താ പറയണ്ടേ ഒരു ആർക്കറിയാം സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകതയെ കുറിച്ചിട്ട് അറിയാം. അവര് വറീഡ് ആയിരുന്നു, കാരണം ഈ മെറ്റലിന്റെ ഈ അഭിനയത്വം ഉണ്ടല്ലോ. അത് ഈ കാരണം അവര് കാണുന്ന സമയത്ത് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു പരിപാടി, നേരത്തെ പറഞ്ഞ ഒരു ഡ്രഗ് ഇവര് അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു വഴിക്ക് പോകുന്നത്. പക്ഷെ എന്നാലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മള് എന്റെ വീട്ടിലൊക്കെ ജാം ചെയ്യുന്ന സമയത്ത് ഓണം വെക്കേഷനൊക്കെ നമ്മൾ 10 ദിവസം അവിടെ ഇരുന്നിട്ട് പട അടിക്കുന്നു. അപ്പൊ അതിനിടയിൽ അമ്മ ചോറ് കൊണ്ടുതരുന്നു, മാഗി കൊണ്ടുതരുന്നു. ഇവന്റെ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ഈ മെറ്റലിന്റെ മെറ്റലിന്റെ ഭാഗമായിട്ട് കസേരയൊക്കെ അടിച്ചു പൊട്ടിക്കുന്നു. അപ്പൊ അതവര് സ്ഥിരം പരിപാടി അതായിരുന്നു. ഇവൻ വീട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ നമുക്കൊക്കെ പേടിയാ, മറ്റേ എന്തെങ്കിലും സ്റ്റൂളും സാധനമൊക്കെ എടുത്ത് മാറ്റി വെക്കും. മുന്നേ കുറച്ച് സൈസും ഉണ്ടായിരുന്നു ആ ടൈമിൽ. ഇവൻ മറ്റേ ദേഷ്യം പിടിക്കും, കാലെടുത്ത് അതിന്റെ മുകളിൽ വെക്കുക, പൊട്ടിക്കലായിരുന്നു എന്റെ മെയിൻ. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പം ജാമിങ് ഇവിടെ പിടിക്കണോ നിന്റെ വീട്ടിൽ തന്നെ പിടിക്കും. എഗ്രഷന്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഡോറ് വലിച്ച് തുറങ്ങാൻ, ഡോറ് മറ്റേ വാളിലോട്ട് പോയിട്ട് അത് അടിച്ച് കുത്തി കയറിയിരുന്നു. സിസ്റ്റത്തിനോടുള്ള റേജ് ആണ് സുഷി. അതൊക്കെ വീട്ടുകാരുടെ ഞാൻ അപ്പൊ പക്ഷെ അവര് നമ്മളെ ഇപ്പം അപ്പയൊക്കെ ആ സമയത്ത് പിന്നെ ഇങ്ങനെ എന്റെ മോൻ ഗ്രൗളറാണ്, ഉറപ്പായിട്ട് 7ാം മൈലിൽ തളിപ്പറമ്പിലുള്ള ഒരാൾക്കും എന്താണ് ഈ ഗ്രൗളിംഗ് എന്നുള്ളത് അറിയില്ല. പിന്നെ അപ്പൊ അതിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അവരിങ്ങനെ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുമ്പോൾ അപ്പൊ പറഞ്ഞു ഗ്രൗളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സിംഗിങ് അല്ല, ഇത് വേറൊരു സാധനം അലർച്ചിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അത് എക്സ്പ്ലെയിൻ. അപ്പൊ അവര് ഭയങ്കര പ്രൗഡാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത്. പക്ഷെ അവര് തന്ന ഒരു സപ്പോർട്ടുള്ള കാര്യം. പക്ഷെ അവർക്കും അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇവൻ എഞ്ചിനീയറിംഗ് ഇറങ്ങണം എന്ന് പറഞ്ഞ സമയത്തും വരുൺ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് അവന്റെ പഠിപ്പ് ശരിയായ ദിശയിലേക്കല്ല പോകുന്നതെന്നുള്ള സമയത്തൊക്കെ ഈ ഒരു ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അല്ല നിങ്ങൾ ഇങ്ങനെ പാട്ടും മാത്രം പിടിച്ച് പോയാൽ മതി, ബാൻഡ് മാത്രം പിടിച്ച് പോയാൽ മതിയോ, നിങ്ങൾക്ക് ഒരു ഇതും കൂടി വേണം. കാരണം നമ്മളെക്കാട്ടി മുമ്പിൽ അവർക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നിങ്ങൾ ഇതൊരു പാഷൻ പ്രൊജക്റ്റ് ആയിട്ട് കൊണ്ടുപോയിക്കോ എന്നുള്ള രീതിയിൽ തന്നെ അവർ ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നാണ് നാട്ടുകാരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. സുഷിന്റെ കാര്യത്തിലും എനിക്ക് തോന്നുന്നതല്ലേ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലേക്ക് തന്നെ അല്ലേ കൂടെയാണല്ലോ അങ്ങനെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് വന്നത്. അപ്പോഴും എന്റെ പപ്പയും ഈ പറഞ്ഞ പോലെ പണ്ട് ഇത് ഫേസ് ചെയ്തിട്ടുള്ള ആളാണ്. കാരണം വീട്ടില് എന്റെ കിട്ടിയതിന്റെ പകുതി സപ്പോർട്ട് പോലും കിട്ടാത്ത ഒരാളാണ് പുള്ളി. രാത്രി എല്ലാവരും ഉറങ്ങുന്ന ടൈമിൽ മരത്തിൽ കൂടെ ഇറങ്ങി ഗിറ്റാറും എടുത്തിട്ട് പരിപാടിക്ക് പോയിട്ട് രാത്രി അതേപോലെ തന്നെ കയറുന്ന ഒരാളായിരുന്നു. അപ്പൊ പുള്ളി അതിൽ കൂടെ പോയതുകൊണ്ട് ഞാൻ ഒട്ടും ഈ മ്യൂസിക്കിന്റെ കേസിൽ മാത്രം ഞാൻ അങ്ങനെ ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ ഒരു പ്രോഗ്രാമിന് പോവാന്ന് പറയുമ്പോഴോ പോണ്ട, അല്ലെങ്കിൽ നീ മെറ്റൽ വേണ്ട, അങ്ങനത്തെ ആ സ്പേസിൽ ഉണ്ടായിട്ടില്ല. സ്കൂട്ടർ ഓടിക്കണ്ട അങ്ങനത്തെ സാധനമൊക്കെ, 2 വീലർ വേണ്ട അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ട്. പക്ഷെ അല്ലാണ്ട് മ്യൂസിക്കിന്റെ കേസിൽ ഞാൻ ഒട്ടും ഫേസ് ചെയ്യാത്തൊരു ഏരിയ ആണ് വീട്ടുകാരുടെ സിറ്റുവേഷൻ. അവരന്നങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു എല്ലാരും ഒരേപോലെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഫാമിലീസ്. ഞാനത് എടുത്തു പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പിന്തുടർന്ന് ഇപ്പൊ നിങ്ങളുടെ അവിയലിനെയും മദർ ജെയിന്റെ ഒക്കെ പെർഫോമൻസ് നിങ്ങൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഒരു ബാൻഡ് ഫോം ചെയ്യാൻ. ഈ ഒരു ബാൻഡ് ഫോം ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നത് ഇതൊരു തൊഴിൽ സാധ്യത എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല കാര്യങ്ങൾ, ജീവിതത്തിലൊരു ആഗ്രഹങ്ങളെയും പിന്തുടരണല്ലോ. അത് അവര് നമ്മുടെ വെൽബീങ്ങും കൂടെ ആലോചിച്ചിട്ട് പറയുന്ന ഒരു സംഭവമാണ്. പക്ഷെ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അൺകണ്ടീഷണൽ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ദൂരം സഞ്ചരിക്കാൻ പറ്റുന്നത്. അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ മദർ ജെയിൻ അവിയലിന്റെ എല്ലാം കാര്യം പറയുമ്പോൾ നമ്മളെപ്പോഴും ഏത് ഇന്റർവ്യൂവിൽ പോയി കഴിഞ്ഞാലും മദർ ജെയിന്റെ അവിയലും 2 തവണയെങ്കിലും പറയേണ്ട. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നമുക്ക് തന്നൊരു സപ്പോർട്ട് ഉണ്ട്. അത് സപ്പോർട്ട് എന്ന് പറയുന്നത് മ്യൂസിക്കലി തന്ന സപ്പോർട്ട് ഉണ്ട്. അതായത് ഇങ്ങനൊരു സാധനം ഇവിടെ ഇന്ത്യയിൽ പോസിബിൾ ആണ്, അല്ലെങ്കിൽ കേരളത്തിൽ പോസിബിൾ ആണ്. ഇപ്പം അവിയലിന്റെ അടുക്കുന്നാണ് മലയാളമൊക്കെ നമുക്ക് റോക്കിലൊക്കെ പാടാൻ പറ്റുമെന്ന് മനസ്സിലായത് അങ്ങനെയാണ്. മദർ ജെയിൻ അവരുടെ ഫോക്ലോർ, നമ്മുടെ കേരളത്തിന്റെ ആ ഒരു സാധനങ്ങളൊക്കെ ഇപ്പൊ കഥകളിയുടെ ഇമേജസ് ആയാലും അവര് എത്നിക് റോക്ക് ഗ്ലോബൽ സ്പിരിറ്റിലാണ് അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാണ്ട് പരോക്ഷമായിട്ട് ഇങ്ങനെ മ്യൂസിക്കിലൂടെ നമുക്കൊരു വഴി കാണിച്ചു തരുന്നതിലുപരി ഇപ്പൊ സൂര്യചേട്ടനൊക്കെ നമ്മളെ വിളിച്ച്, ഇപ്പം ബൈജു ചേട്ടനാണ് വൺ ഓഫ് ദ ഏർലി പേഴ്സൺ ഹു കോൾഡ് us and said അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞത് പുള്ളിക്കാരനാണ്. ബ്രാൻഡിങ്ങിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നത് സൂര്യചേട്ടൻ്റെ എടുക്കുന്നതാണ്. പുള്ളി എങ്ങനെയാണ് ഈ കഥകളി റോക്കുമായിട്ട് വരുന്ന സ്റ്റേജിലുള്ള ഇമേജറി എന്താണ് അതൊക്കെ നമ്മൾ അവിടെ നിന്നാണ്. അപ്പൊ ഇവര് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഹെറിറ്റിക് ആണെങ്കിലും എവർഗ്രീൻ ആണെങ്കിലും വൈറ്റ് ഷുഗർ ആണെങ്കിലും ആ സമയത്തുണ്ടായ എല്ലാ ബാൻഡ്സും എന്തോ, അതായത് നമ്മൾ കണ്ണൂരിൽ നിന്ന് വരുന്നു, ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് വരുന്നു,
കൊച്ചി തിരുവനന്തപുരം സൈഡിലുള്ള പോലെയല്ല മലബാറിലെ പരിപാടി എന്ന് അവർക്ക് എന്തോ അറിയുന്നത് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. അവർ നമ്മൾ 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. എന്ത് ഷോ വരുന്ന സമയത്തും അവർ അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നിങ്ങൾ വന്നിട്ട് ഓപ്പൺ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ലോട്ട് തരട്ടെ ഒക്കെ ചോദിച്ചിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മെന്റർ ചെയ്തിട്ടുണ്ട് നമ്മുടെ. തീർച്ചയായും. പിന്നെ തിരിച്ച് ബാംഗ്ലൂരിൽ എത്തിയ സമയത്തും ഈ പറഞ്ഞ പോലെ അവിടുത്തെ ക്രൗഡ് ഒരിക്കലും നമ്മളൊരു മറ്റേ ഒരു immigrant band അങ്ങനെ ആയിരുന്നില്ല. അത് വേറൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാംഗ്ലൂരിൽ ആ സമയത്ത് ഭയങ്കരമായിട്ട് ഓൾഡ് സ്കൂൾ ന്യൂ സ്കൂൾ വാർ നടക്കുന്ന ഒരു സമയത്തും കൂടിയാണ് നമ്മൾ ഈ രംഗപ്രവേശനം ചെയ്യുന്നത്. നമ്മൾ മാത്രമായിരിക്കും ഈ 2 സ്ഥലങ്ങളിലും കാണാൻ പറ്റുന്ന ഒരു ബാൻഡ്. അവരും നമ്മളെ ഏതെങ്കിലും ഷോന് വിളിക്കും, അപ്പൊ ഭയങ്കര ബ്ലാക്ക് മെറ്റൽ, ഡെത്ത് മെറ്റൽ, അതിന്റെ ഇടയിൽ നമ്മളൊരു ബാൻഡായിട്ട് അവിടെ ഉണ്ടാവും. അപ്പുറത്ത് ഭയങ്കര മോഡേൺ ഹിപ്പ് ഹോപ്പ് മറ്റേ റോക്ക് ആ പരിപാടി നടക്കുന്നതിന്റെ ഇടയിലും നമ്മൾ സെയിം ബില്ലിൽ നമ്മളുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും നമ്മൾ നന്നായിട്ട് പാമ്പർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വളർത്തിയത്. ഇനി വിജയം എന്നൊക്കെ പറയുന്ന സാധനം ഇപ്പം മെട്രിക്സിൽ സംസാരിക്കുന്ന സമയത്ത് 10 million വ്യൂസ് ഇൻ ദിസ് മച്ച് ടൈം, അതൊക്കെ ഇപ്പൊ വന്ന കാര്യങ്ങളല്ലേ. പക്ഷെ അന്നത്തെ സമയത്ത് വിജയം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ ഒരു പാട്ട് 4 ആൾക്കാർ കേൾക്കുക, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് വി ആർ വെരി സക്സസ്ഫുൾ. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ ഒരു പാട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ ഒരു ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റിനെ കിട്ടുന്നതിന്റെ പകുതി റീച്ച് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു കമ്പാരിസൺ ആയിട്ട് നമ്മളിപ്പോ നോക്കുന്ന സമയത്ത് ഒരു പ്രശ്നമായിട്ട് തോന്നുമെങ്കിലും ആ കമ്പാരിസൺ തന്നെ വലിയൊരു വിജയമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റിന്റെ കൂടെയൊക്കെ നമ്മുടെ ഒരു സാധനം വെച്ചിട്ട് കമ്പയർ ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയ വിജയമായിട്ടാണ് കാണുന്നത്. ഇപ്പോഴും ഇതൊരു അണ്ടർഗ്രൗണ്ട് മ്യൂസിക് തന്നെയാണ്. ഇറ്റ് വിൽ ഓൾവേസ് ബി ആൻ അണ്ടർഗ്രൗണ്ട് ജാണർ ആൻഡ് മ്യൂസിക്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടി നമ്മൾ ചെയ്യാന്നുള്ളതാണ് ഈ കമ്മ്യൂണിറ്റി. അതാണ് ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അണ്ടർഗ്രൗണ്ടും നീഷും ആയിട്ടുള്ള നമ്മുടെ ഒരു സൗണ്ട് അൾട്രാ എന്താണ് മെയിൻ സ്ട്രീം ആയിട്ടുള്ള തിങ്ക് പോലുള്ള ഒരു ചാനൽ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റി, ആ ഒരു ക്രൗഡിലേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളത് തന്നെ ഒരു ടെസ്റ്റിമോണി ഓഫ് നമ്മുടെ. പിന്നെ ഇപ്പം മദർജനും അഭിനൊക്കെ അന്ന് പാട്ടിറക്കുന്ന സമയത്ത് അവർ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചിട്ടൊന്നും ആലോചിച്ചിട്ടുണ്ടാവും. പിന്നീടായിരിക്കും അവര് ഇതിനെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം നമ്മള് ഇപ്പം ആസ് എ മെറ്റൽ ബാൻഡ് ഇപ്പം നമ്മളൊക്കെ കേരളത്തിൽ ഇപ്പം കെയോസ് പോലുള്ള ബാൻഡ് ഉണ്ട്, ഇപ്പം TDT ഉണ്ട്, അമോർഫി ഉണ്ട്. പിന്നെ ഇനി അങ്ങോട്ട് ഒന്നുകൂടി ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കണം എത്ര ബാൻഡ്സ് ബാക്കി ഉണ്ട് എന്നുള്ളത്. കുറെ ബാൻഡ്സ് ഉണ്ട് കേട്ടോ, കുറെ പുതിയ അടിപൊളി ബാൻഡ്സ് ഉണ്ട്. പക്ഷെ എന്നാലും കേരളത്തിലെ ഒരു 5 മെറ്റൽ ബാൻഡ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഈ 3 ബാൻഡ് പറഞ്ഞതിന് ശേഷം ഒന്നും ആലോചിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ് ഇതിനൊന്ന് മെയിൻ സ്ട്രീം ആക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഒന്ന് ഈ തിങ്ക് മ്യൂസിക് ആയിട്ട് അസോസിയേറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു പരിപാടി. അവര് നമുക്ക് ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് തന്നത്. ഇങ്ങനൊരു ജാണർ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് അത്. ഉറപ്പായിരിക്കും നിങ്ങളുടെ ഈ ആൽബത്തിന്റെ ഒരു ഫുൾ വേർഷൻ പിന്നെ അതിന്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി ലൈവ് പെർഫോമൻസിനോട് വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ താങ്ക് യു. 3rd ആൽബത്തിലേക്കുള്ള ഒരു എൻട്രി പോയിന്റ് പോലെ നമുക്ക് 2025 കാണാം. ഓക്കെ, താങ്ക് യു. Thank you so much. Thank you so much, Manshita. As you all know. Thank you.